ജാമ്യയിൽ ഉപരിപഠനത്തിന് പറഞ്ഞയച്ചതിന് ശേഷം പുസ്തകത്ത് ഈ ലോകം നിന്നുകൊണ്ടിരിക്കട്ടെ. പണ്ടൊക്കെ ദർസിൽ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ ദർസ് നിർത്തിയ ഒരു ഘട്ടമുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ. ഇനി ദർസിൽ പോകുന്നില്ല. നാട്ടിൽ തന്നെ ആദ്യം ഉണ്ടാക്കി 3 വട്ടം ഞാൻ കോളേജിൽ ചാടിപ്പോയി. 3ാമത്തെ ദർസിലേക്ക് എളുപ്പം ഉണ്ടായിട്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ദർസെല്ലാം നിർത്തി അവസാനിപ്പിച്ച് നാട്ടിൽ നിൽക്കുന്ന ഒരു സമയത്ത് പിന്നീട് ഒരിക്കൽ SKSM കൊലപാതകത്തിന്റെ വളണ്ടിയറായി ആലപ്പുഴയിൽ സമസ്തയുടെ 90ാം വാർഷിക സമ്മേളനം നടത്തുമ്പോൾ അന്ന് ഉസ്താദ് SKSM സംസ്ഥാന പ്രസിഡന്റാണ്. അന്ന് വളണ്ടിയർ സംഗമത്തിൽ വിളിച്ചൊരു സംഗമത്തിൽ അന്ന് ക്ലാസ് എടുത്ത ഉസ്താദ്. ആ ഉസ്താദ് പട്ടിക്കാട് ജാമ്യ യൂണിയിൽ പഠിച്ച ഒരു കവിത അവിടെ നിന്ന് ചൊല്ലിയിട്ടുണ്ട്. പഠനകാലത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ആ ഒരു കവിതയിലൂടെ ഒന്ന് ഓർക്കുകയാണ്. അതിന്റെ ഓരോ വരികളും കാണാപാഠമാണ്. ഉസ്താദോട് അവതരിപ്പിക്കണമെന്നാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ഉസ്താദിന്റെ ആ ഒരു മലയാള സാഹിത്യത്തിലുള്ള ആ ഒരു കവിത കേട്ടപ്പോൾ ഞാൻ തന്നെ സ്വമേധയാ ദർസിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായ സമയത്ത് ഉപ്പനോട് പറഞ്ഞ് ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു ഇനി അവിടെ പറഞ്ഞേക്കണ്ട. 3 തവണ സ്കൂളിൽ DC വാങ്ങി അങ്ങോട്ടും ചേർത്തിയത് എല്ലാം ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ദർസിലേക്ക് പോയി പാതിയിൽ അവസാനിപ്പിച്ച് പിന്നീട് അൽഹംദുലില്ലാ ദർസിൽ പോയി ഇന്ന് പഠനം പൂർത്തിയാക്കി ഫൈനലായി ഇറങ്ങാൻ ഇവിടെ വെച്ചിരുന്ന 2 പൂവുകൾ നിങ്ങൾ കണ്ടിരുന്നോ? സത്യം നമ്മുടെ സത്യം പരിശുഷ്കാർ താഴെ കൊടുത്തു വെക്കാൻ പറഞ്ഞത് കണ്ടോ? എന്തിനാണ് താഴെ കൊടുത്തു വെക്കാൻ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണോ? മറുപടി പറയണം. തെറ്റായാലും ശരിയാണ്. ഞാൻ അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഇവര് പറഞ്ഞതൊക്കെ ബഹുമാനം അല്ല, എന്താ പറയുക, സ്നേഹം കൊണ്ട് വെച്ച് തള്ളിയതാണ് കരുതിയാണ്. സത്യോത്സാഹം നമ്മുടെ അധ്യക്ഷനോ നമ്മുടെ പ്രതീക് സാഹിബോ എല്ലാവരും തള്ളിയതാണ്. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ ഫ്രണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് തെറ്റിയാലും പറഞ്ഞോളൂ. എന്തിനാണ് 2 ഫ്ലവേഴ്സ് താഴെ കുറിച്ച് വെക്കാൻ പറഞ്ഞത്? തെറ്റിയാൽ പറഞ്ഞോളൂ. ഞങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉസ്താദ് നിങ്ങളെ കാണാനോ നിങ്ങൾക്ക് ഞങ്ങളെ കാണാനോ? 60 വയസ്സ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എന്തിനാണ് താഴേക്ക് വെച്ചതെന്ന് ചോദിച്ചെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നായിരുന്നു. അത് 2 പൂവാണോ അല്ലേ? പൂവാണോ അല്ലേ? റെസ്റ്റ് അത് പൂവാണോ അല്ലേ? എന്താണ് നിങ്ങൾ ഭയങ്കര സംഭവമല്ലേ? അത് പൂവല്ല. അതെന്താണ് അതിനോടൊന്ന് ചോദിക്കണം. പോയി പൂവാണെങ്കിൽ അതിനൊരു സുഗന്ധമുണ്ടാകും, അതിന് ജീവനുണ്ടാകും, അത് വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ബോട്ടാണിക്കൽ സയൻസ് പറയുന്നത്. അതിന് വളർച്ച ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അത് സംസാരിക്കും. അത് സംസാരിക്കുന്നത് ഇപ്പൊ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല, പക്ഷെ അത് സംസാരിക്കുന്നുണ്ട്. 2050 നമ്മുടെ സയൻസ് കൂടുതൽ വളരുമ്പോൾ ഈ സസ്യങ്ങൾ സംസാരിക്കുന്ന അതിന്റെ ലാംഗ്വേജ് വാട്സപ്പിലൊക്കെ മെസ്സേജ് ആയിട്ട് വരും. റൈറ്റ്? അപ്പൊ നിങ്ങള് എന്തെങ്കിലും തരികട കാണിച്ചാലൊക്കെ വീട്ടിൽ വന്നാല് ഈ പൂവ് സംസാരിക്കും. അത് ഇപ്പൊ തോന്നില്ലേ? പൈസ തള്ളു തള്ളിയാന്ന് തോന്നില്ലേ? അല്ലേ? ആന്ന് പറ. എന്നാൽ കുട്ടികളെ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാപ്പ നിങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 1970 ഞാനിവിടെ വന്നെന്ന് കരുതുക, നിങ്ങൾ അന്ന് നടക്കുന്നതെന്ന് കരുതുക. കരുതിക്കോ, കരുതിയില്ലേ? 1970 ഞാൻ ജനിച്ചിട്ടുമില്ല. പക്ഷെ ഇത് വന്നത് കരുതുക. വന്നിട്ട് ഞാൻ പറയാണ്, ഈ ചെമ്പ്രാങ്കാട്ട് അല്ല
ചെമ്പ്ര നല്ല സ്ഥലമാണ്, നല്ല കമ്മിറ്റിക്കാരാണ്, നല്ല ഉസ്താദുമാരാണ്. ഈ കാസർഗോഡ് ജില്ലന്റെ കിഴക്കൻ മലയോര ഗ്രാമമാണ്. വാവ്, അമേസിംഗ്. പക്ഷെ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ വഴി വെച്ചപ്പോഴൊക്കെ ആൾക്കാർ പറയുന്നത് ബുദ്ധിമുട്ട്, നാറ് ഉൾക്കുന്ന പേരാണ്. നമ്മൾ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞൊക്കെ നല്ല പേരല്ലേ, ദേശഭക്തി എന്നൊക്കെ പറയുന്നത് നല്ല പേരല്ലേ. ഞാൻ മനഃശാസ്ത്രപരമായി ഇപ്പൊ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് മനസ്സിലാക്കാൻ നിങ്ങൾ 10 കൊല്ലം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ 1970 ഞാൻ സംസാരിക്കട്ടെ കുട്ടികളെ. കുട്ടികളെ, TV എന്ന് പറയുന്ന ഒരു സാധനം വരാനിരിക്കുന്നുണ്ട്. ടെലിവിഷൻ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചെമ്പറങ്ങാട്ട് വീടിന്റെ സിറ്റ് ഔട്ടിൽ കാണാൻ കഴിയും. കേബിളില്ലാതെയും കേബിളിലൂടെയും ഒന്ന് കാണാൻ പറ്റും. 1970 അപ്പൊ നിങ്ങൾ പറയും, ഓ എന്ത് തള്ളടിച്ച. കാരണം 1970 കേരളത്തിൽ എവിടെയും TV ഇല്ല, എവിടെയും ഒരു TV പോലും ഇല്ല. 1985 ശേഷമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു TV സാർവത്രികമായി വരുന്നത്. നമ്മുടെ എല്ലാ വീടുകളിലും TV വരാൻ 95ആയി. 1990കളിലൊക്കെ ഇവിടെ ഒരു TV 1 കിലോമീറ്ററിന്റെ ഒരു TV ഉണ്ട്. അപ്പൊ 1970 TVയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പറയും തള്ളാണ്, അല്ലേന്ന്. അപ്പൊ ഇപ്പോഴോ നിങ്ങൾ TV കാണില്ലേ? ഹലോ നിങ്ങൾ TV കാണില്ലേ? ചന്ദനോടെ കാണില്ലേ? ഇല്ല എന്ന് പറയട്ടെ. അപ്പോ അന്ന് പറയുമ്പോ അതൊരു തള്ളായിരുന്നു. പക്ഷെ ഇന്ന് TV ഉണ്ട്, അല്ലേ? ചലിക്കാനാവാതെ വീൽ ചെയറിൽ ജീവിച്ച ഫിസിക്സിലെ ഏറ്റവും വിഖ്യാതനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എന്ന് ചോദിക്കും, കുട്ടികൾക്കറിയാം. സ്റ്റീഫൻ ഹോക്കിൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ദ ഫ്യൂച്ചർ ഓഫ് മോഡേൺ സയൻസ് എന്നാണ് അതിന്റെ പേര്. എന്തുകൊണ്ട്? ദ ഫ്യൂച്ചർ ഓഫ് മോഡേൺ സയൻസ്, ആധുനിക സയൻസിന്റെ ഭാവി. അതിൽ അദ്ദേഹം പറയാണ്, മനുഷ്യനെ ഫാക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലം വരുന്നുണ്ട്. ഹലോ മനുഷ്യന് ഫാക്സ് ചെയ്യും. അത് പറഞ്ഞു ഫാക്സ് ചെയ്യുന്നത് മനസ്സിലായോ? ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആരില്ല എന്ന് പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ്. അതായത് ഈ പ്രോഗ്രാമുകൾ പത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എഴുതി തയ്യാറാക്കിയിട്ട് ഒരു മെഷീനിൽ കൊണ്ടുപോയി വെച്ചാൽ അതേ കോപ്പി വേറെ കിട്ടും. ശരിയാണോ? ആണോ പറയരുത്, ശരിയാണോ? ഉറപ്പാണോ? അതുപോലെ നിങ്ങളുടെ ആര് കുട്ടുപോലെ ഗൾഫിലുണ്ടോ? നാട്ടിലുള്ളവർ എനിക്ക് വാപ്പാൻ ഗൾഫിൽ പോയി. അതാണ് ചിരിച്ചോടിക്കണോ? കുറച്ച് ഞങ്ങൾ കാര്യം ഇപ്പൊ ചിരിക്കാനുള്ളവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാര്യത്തിലാവും. നോക്കൂ, നാളെ നിങ്ങളുടെ സിസ്റ്റർ കല്യാണാണ്, പെങ്ങളുടെ കല്യാണം. വാപ്പാക്കാണെങ്കിൽ വരാനും പറ്റില്ല. നാളെ 10:30 മണിയായി. എത്ര മണിക്ക് കല്യാണം? 11 മണിക്ക്. 20 മണിക്കൂറേ ഉള്ളൂ. അറബിയോട് ചോദിച്ചു, അത് കഫീലോട് ചോദിച്ചു, വിസ തരണം, അല്ല പോകാൻ അനുവാദം. അയാൾ കൊടുക്കുന്നില്ല. 11 മണിയായി, ഇനി 30 മിനിറ്റേ ഉള്ളൂ. ഉസ്താദുമാരൊക്കെ ഓഡിറ്റോറിയത്തിലെത്തി കല്യാണത്തിന്. ഹലോ, പുതിയ പഴയ തൊട്ടടുത്തെത്തി, നീലേശ്വരത്തെത്തി. 5 കിലോമീറ്റർ ബാപ്പയിലേക്ക് കയ്യുണ്ട്. ആന്ന് പറയേ, ആ പ്രസാർജലാണ്. എന്താ ചെയ്യാ? അപ്പോഴാണ് 11:20 അനുവാദം കിട്ടിയത്. ഒരു ഷാർജയിൽ ഓടി 2050 നമ്മളെ കാര്യം പറയണ്ട. 2050 ഞാനൊന്നും ജീവിച്ചിട്ടുണ്ടല്ല. നോക്കപ്പോ അത് അവിടുത്തെ ഇന്റർനെറ്റ് ഉണ്ട്. അതിന്റെ വാതിൽ പറഞ്ഞ് നമ്പർ ഞെക്കി. ചെമ്പനെ എന്തോ അതിൽ അടുത്ത പേര് നല്ല പേര് ചെറുവത്തൂര്. പഴയ ചെറുവത്തൂരിലെ നമ്പർ ഞെക്കി. അയാൾ ഡോറടച്ചു. ഇവിടെ വന്നിറങ്ങി. ആന്ന് ഇവിടെ വന്നിറങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് ഓടി. അവനിക്കാതിന്റെ സമയമായി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
കള്ളല്ലേ? 2050 നിങ്ങളൊക്കെ ഫാക്സ് ചെയ്യപ്പെടും. മനുഷ്യനെ ഫാക്സ് ചെയ്യപ്പെടും. ഇല്ല തന്നെ 1970 TV വരുന്ന നമ്മളൊക്കെ പറഞ്ഞതേ. അപ്പൊ കുട്ടികളെ ചുരുക്കത്തില് ഞാൻ എന്ത് പറഞ്ഞാൽ തിരിച്ചു പോകുന്നത് എനിക്കറിയില്ല. എന്ത് പറഞ്ഞിട്ടാണ് സസ്യങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞതാണ്. സസ്യങ്ങൾ ഖുർആനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ ഈ പൂവ് പോലെ ആകരുത് എന്ന് പറയാനാണ് നിങ്ങൾ ജീവനുള്ള, ഓജസ്സുള്ള, വർണ്ണശബളിമയുള്ള നല്ല പൂക്കളായി മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല പൂക്കളായി മാറണം. ഇനി എന്റെ കണ്ണിലേക്ക് നോക്ക്. എനിക്ക് മജീഷ്യനില്ല, എനിക്ക് മാജിക് അറിയാം. കസേരയുടെ അടിയിലൊന്നും നോക്കണ്ട. ചിലപ്പോ വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നോക്കൂ. ഞാൻ കൊണ്ടുവന്നിട്ടാന്ന് പറയുന്നത്. ഞാൻ ഒന്നും വന്നിട്ടില്ല. ശരിക്കും നോക്കിക്കോ. ഇതിൽ താഴെ കിടക്കുന്നുണ്ടോ? ഞാൻ എന്നാളും സ്ഥലത്ത് പറഞ്ഞു അത് ഉസ്താദ് ഞങ്ങൾ കാണാതിട്ടാ. ഞാൻ എന്തെങ്കിലും എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ? അപ്പൊ കുട്ടികൾക്ക് നോക്കുമല്ലോ പാമ്പുണ്ടോ നോക്കും. ചിലവര് അയാളൊന്നും ഉണ്ടാവില്ല. കാലിന് കൂടെ കയറുമ്പോ നിലവിളിക്കരുത്. ഉറപ്പല്ലേ? അറിവട്ടെ 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 അറിവട്ടെ. കുട്ടികളെ രണ്ട് വിഷത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കുറച്ച് സമയമുണ്ട്. രണ്ട് വിഷത്തെ കുറിച്ച് പറയട്ടെ. ഒരു വിഷം ഇവിടെ ഇരിക്കുന്നവരാണ്. അത് കമ്മിറ്റിക്കാരില്ല, ഉസ്താദുമായി ഭയങ്കര വിഷം. അവർക്ക് അവസരമില്ലേ? വിഷമാണ്. ഒരു വിഷം ഏതാണെന്നറിയോ? ഒരു വിഷം ഇവിടെ വന്നിട്ട് 4 വിഷങ്ങളെ വന്നിട്ടുള്ളൂ. ബാക്കിലിരിക്കുന്ന മാതാപിതാക്കളാണ്. മകൻ നാലാളെ വന്നിട്ടുള്ളൂ. ഭയങ്കര നാടാണ്. പക്ഷെ രക്ഷിതാക്കളില്ല. ഇവിടെ നോക്കൂ. ഹലോ 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 ഹലോ. ഈ വിഷം അറിയാതെ കഴിച്ചാൽ മരിക്കൂലല്ലോ അല്ലേ? ഇല്ല. അറിയാതെ കഴിച്ചാൽ വിഷം കഴിച്ചാൽ മരിക്കൂലല്ലോ? ഇല്ല ഇല്ല. മരിക്കൂലേ? എന്നാല് ഇവര് 2 കൂട്ടരെയും നിങ്ങൾ പേടിക്കണം. ആ പാമ്പിനെ പേടിക്കണമല്ല, പേടിയല്ല. ഇമാം ഷാഫി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ മദ്ഹബിന്റെ രാജകുമാരനാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമുള്ള, ലോകത്തെ വിസ്മയിപ്പിച്ച അദ്വിതീയമായ പ്രതിഭാശാലിത്വം കൊണ്ട് വിസ്മയിപ്പിച്ച ജീവിതമാണ് ഇമാമുന ഷാഫി. അവരുടെ കുട്ടിക്കാലം ഉസ്താദിന്റെ അടുത്ത് പഠിച്ചിട്ട് പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയപ്പോ വാതിൽ അടച്ചെടുക്കുകയാണ്. വാതിൽ മുട്ടി. ഉമ്മ ചോദിച്ചു, ആരാണ്? എന്താ മറുപടി? ഞാൻ ഷാഫിയാണ്. അപ്പൊ നമ്മുടെ ചെമ്പ്രങ്ങാട്ടെയോ ദേശമംഗലത്തെയോ ഉമ്മമാരല്ലാത്തത് കൊണ്ട് ഉമ്മ ചോദിച്ചു ഉള്ളിൽ നിന്ന്, എന്താണ് പഠിച്ചത്? നിങ്ങൾ മദ്രസ വിട്ടുവന്ന് ഉമ്മ ചോദിക്കോ എന്താ പഠിച്ചതെന്ന് ചോദിക്കോ? ഇല്ല. അങ്ങനെ ബഹളായി. ഉമ്മ ചോദിച്ചു എന്താണ് പഠിച്ചത്? അത് ഒരു ദിവസം മടങ്ങി വരുന്ന പഠനമായിരുന്നില്ല, ദീർഘകാലത്തെ പഠനമാണ്. അബൂതാഹിർ ഫൈസിസ്താക്ക് പറഞ്ഞതുപോലെ ഈ അബൂതാഹിർ ഫൈസിക്ക് ഒരു കുഴപ്പമുണ്ടോ? വിനയം കൂടുതലാണ്. ഇവിടുത്തെ മറ്റൊരു ഫൈസിസ്താക്ക് പോയാ ഇർഷാദ് വയസ്സിന് ഇങ്ങോട്ട് പറഞ്ഞോ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയാ. മറ്റവരോട് ഞാൻ സ്വതം മനസ്സിലാക്കാനുള്ള സാഹസിച്ചിട്ടില്ല. ഓവർ വിനയാണ്. അല്ല, ഉസ്താദ്മാർക്ക് സാധാരണ ഇങ്ങനെ ഉണ്ടാകാറില്ല. ഭയങ്കര ജാടയായിരിക്കും. ശരിയാണോ? എങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു. പക്ഷെ ആ ഓവർ വിനയാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ആക്റ്റീവാണ്. എല്ലാത്തിനും ചാടി പുറപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ മുമ്പ് ജോലി ചെയ്യുന്നത് കോഴിക്കോടാണ്, സ്ഥലം പറയിട്ടില്ല. അവിടെ അദ്ദേഹം ഭയങ്കര പ്രവർത്തനം കാഴ്ചവെച്ച് 2 കൊല്ലം കൊണ്ട് മദ്രസയുടെ സിസ്റ്റം മാറ്റി. ഹലോ ഭയങ്കര സംഭവമായി. അപ്പൊ ഈ ഓവർ ആക്ടിങ് ആണ് ചിലപ്പോ. അപ്പൊ കുറച്ച് മതി എന്നാണ് പറയാനുള്ളത്. കുറച്ച് ചെയ്താൽ മതി.
അള്ളാഹ് ദീർഘായുസ്സ് കൊടുക്കട്ടെ. കുറെ കാലം നിങ്ങളെ സേവനം ചെയ്യാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. തീരെ ചെറിയ കുട്ടികളെ അങ്ങോട്ട് മാറ്റി അവിടെ വലിയ കുട്ടികളുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് പല ഏജ് സിസ്റ്റാണ്, ബുദ്ധിമുട്ടാണ് രക്ഷിതാക്കൾക്കുണ്ട്. അപ്പൊ ഈ വർത്താനം പറഞ്ഞോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ അപ്പുറത്ത് പോയി സംസാരിക്കോ? ഇവിടെ അവിടെ ഇങ്ങോട്ട് മാജിക് കാണാൻ പറ്റില്ല. ഇവിടെ വർത്താനം പറഞ്ഞ് മാറ്റും കേട്ടോ. ഓക്കെ ഓക്കെ. പക്ഷെ അവിടെ ഇരിക്കുന്നവർക്ക് മാത്രമേ മിഠായിട്ടുള്ളൂ. ഇതിട്ട് മാത്രമേ മിഠായിട്ടാ. അപ്പോ ഇമാം ഷാഫിയോട് ചോദിച്ചു, നീ എന്തുണ്ടോ പഠിച്ചത്? നീ എന്താണ് പഠിച്ചത്? പോയിക്കൊണ്ടോ സമ്മാനം കിട്ടോ? മറുപടി പറഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇൽമും മതവും പഠിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞ? ഞാൻ ഇൽമും അതവും ഞാൻ ഇൽമും അതവും പഠിച്ചു, വിജ്ഞാനവും മര്യാദയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു, നീ എന്റെ മകൻ ഷാഫിയല്ല, നീ എന്റെ മകൻ ഷാഫിയല്ല, പോയിക്കോളൂ. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയി ഉസ്താദിനോട് പറഞ്ഞു, എന്റെ ഉമ്മനെ മടക്കി വിട്ടു. ഉസ്താദ് ചോദിച്ചു, എന്താ കാരണം? ഉമ്മ ചോദിച്ചു, നീ എന്താണ് പഠിച്ചത് എന്ന്. നീ എന്താ മറുപടി പറഞ്ഞത്? ഞാൻ ഇൽമും മതവും പഠിച്ചു. ഒന്ന് പറ. ഇൽമും പഠിച്ചു. ഞാൻ പറഞ്ഞു, ശരിക്കും ശ്രദ്ധിച്ച് നീ ട്രാക്കിലുണ്ട്. അപ്പൊ ഈ ഇമാം ഷാഫി റളിയല്ലാഹു ഉസ്താദ് പറഞ്ഞു, മോനെ നീ പോയിട്ട് ഞാൻ അതവും ഇൽമും പഠിച്ചു എന്ന് പറ. അങ്ങനെ കുട്ടി പോയി വാതുകുട്ടി. ആരാ? ഷാഫി. എന്താ പഠിച്ചത്? ഞാൻ അതവും ഇൽമും പഠിച്ചു. ഇതെന്റെ മകൻ ഷാഫിയാണ്. അപ്പൊ അതന്നെ നേരത്തെ പറഞ്ഞത്. അതെ, ആദ്യം തന്നെ പറഞ്ഞത് അല്ലേ? നീ പറഞ്ഞു ശരി. എന്താണ് ആര് പറഞ്ഞപ്പോ പറഞ്ഞ വ്യത്യാസം എന്താണ്? എന്താണ് ആദ്യം പറഞ്ഞ ഇൽമും അദബെന്നാണ്. പിന്നെ അദബും ഇൽമും അതാണ് പോയിന്റ്. നോട്ട് ദ പോയിന്റ്. ട്രാക്ക് കൊടുക്കണം. പക്ഷെ കഴിയുന്ന സുഖമുള്ള കാര്യമില്ല. എന്നാലും ഇവർ സമ്മതത്തോടെ അവരെ പൊട്ടിച്ചാൽ പറ്റില്ല. ചെറിയ കുട്ടികളാണ് അനുവാദം എന്നാണ്. കൈയടിക്കലും അത് ശരിയായ നടപടിയല്ല. അല്ലെങ്കിൽ പിന്നെ ഉറക്കം മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. ഉറക്കം മാഷാ അല്ലാഹ് പറയും. ഭയങ്കരമായ ഹാപ്പിനെസ് ഉണ്ടാവുമ്പോ മാഷാ അല്ലാഹ് എന്തെങ്കിലും ഞെട്ടിക്കുന്നത് കണ്ടോ? അപ്പൊ കുട്ടികളെ അദബാണ് ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം വേണ്ടത്. കുറെ കഥ പറയണ്ട. കുറെ പഠിക്കണമെന്നൊന്നുമില്ലടോ. ഹലോ, കുറെ പഠിക്കണമെന്നൊന്നുമില്ലടോ. പെൺകുട്ടികളൊക്കെ ഉണ്ടാ? കുറെ പഠിക്കണമെന്നൊന്നുമില്ലടോ. ഇത് മാത്രം നാളെ വാട്സാപ്പിൽ വിട്ടിട്ടോ. ഒരു കേരളം മുഴുവൻ പഠിക്കണമെന്നൊന്നുമില്ല. വശം പൈസ അങ്ങനെയല്ല. നന്നായി അതവ് വേണം, മര്യാദ വേണം. എന്നിട്ട് കുറച്ച് പഠിച്ചാലും മതി. കുറെ പഠിച്ചിട്ട് തീരെ മര്യാദ ഇല്ലെങ്കിൽ ഒന്നും കിട്ടൂല. മനസ്സിലായോന്ന്? മാതാപിതാക്കളോട് ഉസ്താദുമാരോട് അതവ് കാണിക്കണം. ഇത് രണ്ടും വിഷമാണ്. അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും മരണം ഉറപ്പാണ്. മനസ്സിലായോ? ഇതിൽ ഉപ്പയും മരിച്ചു പോയ കഴിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചവരാരെങ്കിലും ഉണ്ടോ? വാപ്പല്ലേ? എന്താ അങ്ങോട്ടും കൂടെ നോക്കണം. അവനൊക്കെ അറിയില്ലേ വാപ്പ ഉണ്ടോ ഇല്ലേ? വാപ്പല്ല. എത്ര കൊല്ലം കാണിച്ചിട്ട് ഉമ്മ മരിച്ചാരെങ്കിലും ഉണ്ടോ? അതിന് പേരെന്താ? അബ്ബാസോ? അബാദോ? അബായെ? ശരിക്കും പറ. അബാൻ. അബാന്. മുഹമ്മദ് അബാൻ. അതെ, ഇവിടെ വീണ്ടും പോകുന്നുണ്ടോ? ഇതിലാരും ഉമ്മ വെച്ചല്ലോ.
ക്ലോസ് ഐസ്. വിദ്യാർത്ഥികൾക്ക് കണ്ണടച്ചിരിക്കും. കണ്ണടച്ചു പിടിക്കും. കണ്ണടക്കിടാൻ തിരിച്ചറിയില്ല. തിരിച്ചറിയില്ല. ചിരിക്കട, ശബ്ദം ഉണ്ടാക്കി ചിരിക്കട. ഇരിക്കണ്ട കേട്ടോ. കണ്ണടച്ച് പിടിക്കേ. അമ്മൻ കുട്ടികളെ കിട്ടൽ കണ്ണടക്കാത്ത കണ്ണടക്കിഷ്ടം കണ്ണടച്ചല്ലേ? നിങ്ങടോ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണോ? ഉണ പറയണ്ട. ഇതിലാർക്കെങ്കിലും ഉമ്മ മരിക്കണമെന്ന് ആഗ്രഹമായിട്ട് കൈ കൂട്ടിക്കോളൂ. ഞാൻ ഇപ്പൊ അവിടെ നിന്ന് മരിപ്പിച്ചുതരാം. ഉമ്മാന് ഇഷ്ടമാണോ? ഉപ്പാന് ഇഷ്ടമാണോ? ഗൾഫിലുള്ളവർക്കില്ലേ ഒരു ഫോണൊന്ന് ഉച്ചക്ക് പറഞ്ഞാ പോലെ മരിച്ചു നാളെ കൊച്ചിയിൽ എയർപോർട്ടിൽ വരും. വേണമെന്ന് വേണം. ആരെ വേണം പറഞ്ഞത്? അത് ഉപ്പ് വരണതാണ്. ഞാൻ പറഞ്ഞു മരിച്ചിട്ട് വരുന്ന കാര്യം അങ്ങനെ വേണം. കണ്ടു ഇപ്പൊ നിങ്ങളൊന്നും അടുക്കളയിൽ എന്താവും ചെയ്യണ്ടാവും സങ്കല്പിച്ചോ. ഇനി ശബ്ദിക്കരുത്. ഇനി ശബ്ദിച്ചാൽ അവർക്ക് മരിക്കാൻ വേണ്ടിയാണ് വരും. ശാന്തമാട്ടെ. ഒരു ശ്വാസത്തിന്റെ ശബ്ദം പോലും വളർന്നു വരും. പുറത്തുനിന്നും തുടർന്നു വരും. ഉമ്മ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാകുന്ന ആലോചിച്ചു. ചിലപ്പോ അടുക്കളായിരിക്കും. നിങ്ങൾക്ക് ഉമ്മാനോട് സ്നേഹം തോന്നുന്നുണ്ട്. ഞാന് ഇങ്ങനെ കുറെ കോളേജിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ഭയങ്കര പ്രശ്നമായി ബോധം കെട്ടു വീണു. അതുകൊണ്ട് ഞാൻ ഡോസ് കുറച്ചിട്ടാണ് പറയണത്. നിങ്ങൾക്ക് എത്ര ഉമ്മയുടെ സ്നേഹം കിട്ടും? ഈ സ്റ്റാൻഡപ്പ് ആരും തുടരുന്നുണ്ടോ? ആരും തുടരുന്നു. കുട്ടികളെ ഉമ്മ അടുക്കളയില് ചായ ഉണ്ടാക്കാറുണ്ടോ? പാവാണ്. എവിടെ ഉമ്മ പാവല്ലേ? ഇവിടെ ഉമ്മന്ന് മരിച്ച സങ്കടം വരുമോ? വേണ്ട. ഉമ്മ മരിച്ചോട്ടാ. ഉമ്മ വേണ്ടടാ. വേണ്ടടാ. ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് ചെന്നിട്ട് കുട്ടികളെ ഞാന് ഇവിടെ നോക്കി കണ്ണുറക്കുന്നത് ഞാൻ ശബ്ദിക്കുന്നു. നിങ്ങൾ പല മോഹത്തിന് ആലോചിച്ചോക്ക്. കണ്ണുകൂടണം. കണ്ണുറന്നൊക്കെ പുറത്താക്കൂട്ടാം. ദർശനം അതാൻ പോയിട്ടുണ്ടല്ലോ. ഒരാഴ്ച കഴിഞ്ഞ ചാടിപ്പോന്ന മഹാനാണ് ഞാൻ. അതായത് ഉപ്പാനും കാണാൻ കുറെ ദൂരം 10-60 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഞാൻ പഠിക്കാൻ പോയത്. മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി മൂന്നാണ്. എന്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ദേശമുണ്ട്. അങ്ങനെ ഉമ്മാനെ കാണുന്നത് ഞാൻ ചാടിപ്പോന്ന് പറഞ്ഞ ഉസ്താദിനോട് പറയാനുള്ള കണ്ണു വെട്ടിച്ച് പോകുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായോ? വീട്ടിലെത്തി വാർത്തയും ടീമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ചോറൊക്കെ വാരി തെങ്ങുന്നാണ് ഞാൻ കരുതിയത്. മനസ്സിലായോ? ഉമ്മ വേഗം വാപ്പാനെ വിളിച്ചു വരുത്തി. വാപ്പ ഒരു പാവപ്പെട്ടവനായിരുന്നേ, കൂലിപ്പണിയായിരുന്നേ. ഈ പാടത്ത് വരമ്പോക്കിലൊക്കെ എന്നിട്ട് വാപ്പാക്ക് പണി. മനസ്സിലായോ? വാപ്പാനെ വിളിച്ചിട്ട് വാപ്പ ചേർന്നെന്തിന് കയറി വന്നിട്ട് അപ്പൊ ഞാൻ കരുതി വാപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നൊക്കെ അല്ലേ. ഒരാഴ്ച കഴിഞ്ഞ കാണുന്നു വാപ്പ അവിടെ ആടിന് കൊടുക്കാനുണ്ടായിരുന്ന ഇലയുള്ള വടിയിൽ നിന്ന് ഇല ഉരുട്ടി കളഞ്ഞ് വടി കൊണ്ട് എന്നെ തല്ലി. ദേശത്തിലും അങ്ങാടി വരെ തല്ലി. അങ്ങനെ കിട്ടിയ ബസ്സിൽ പള്ളിയിൽ കൊടുന്നാക്കി. അപ്പൊ പോയി അവയെടുത്ത് ഇന്നൊരു സ്നേഹമില്ലാത്ത വാപ്പ. പക്ഷെ കുട്ടികളെ കുറെ കൊല്ലം കഴിഞ്ഞപ്പോ വലുതായപ്പോ ഞാൻ ജാമ്യയിൽ നിന്ന്, ജാമ്യ എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഉമ്മുൽ മദാരിസ് ഫൈസാബാദിൽ. അതിൽ ഇറങ്ങിയപ്പോ ഞാൻ SKSF ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയി മാറി. കുറച്ചൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ ഉണ്ടല്ല എന്റെ നാട്ടിൽ അന്നും ഇന്നും ഏത് പരിപാടി നടക്കുകയാണെങ്കിലും മുഖ്യ പ്രഭാഷകൻ ഞാനായിരുന്നു, അതിൽ ഉദ്ഘാടനമായിരുന്നു.
അപ്പൊ ഞാനിന്നൊരു സ്റ്റേജിലിരിക്കുമ്പോ എന്റെ വാപ്പ എവിടെ ഉണ്ടാവും? എവിടെ ഉണ്ടാവും? സദസ്സിലുണ്ടാവും. എന്റെ കൂലിപ്പണിക്കാരനാണ്, സ്റ്റേജിലിരിക്കാൻ പറ്റൂല, കമ്പനിക്കാരനല്ല, പണ്ഡിതനുമല്ല, പണക്കാരനുമല്ല. അതൊക്കെയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റേജിൽ വരാൻ പറ്റും. അപ്പൊ ഞാൻ സ്റ്റേജിലിരിക്കുമ്പോ എന്റെ വാപ്പ സദസ്സിലാണ്. സ്വാഗതപ്രസംഗനും അധ്യക്ഷ പ്രസംഗനൊക്കെ എന്നെ കുറിച്ച് നല്ലത് പറയുമ്പോ നാട്ടിലൊരു കുട്ടി എന്ന നിലക്ക് മോട്ടിവേറ്റ് ചെയ്ത് നന്നായി പൊക്കിയടിക്കലും നാട്ടിലെ കുട്ടി. എന്റെ വാപ്പയിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു, പലവട്ടം കണ്ടു. മുഷിഞ്ഞ് തോർത്തെടുത്ത് വിതുമ്പലടക്കാനാവാത്ത ആ പാവം മനുഷ്യൻ കരയുന്നത് ഞാൻ കണ്ടു. അപ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലായത്, പാപ്പാക്കും ഉമ്മാക്കും മക്കളോട് ഭയങ്കര ഇഷ്ടാണ്. ദേഷ്യപ്പെടുന്നൊക്കെ വെറുതെ. ഇപ്പൊ എന്റെ വാപ്പല്ല, മരിച്ചു. 5 കൊല്ലം മുമ്പ് മരിച്ചു. കുറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ. നല്ലൊരു സന്തോഷത്തിലേക്ക് തിരിച്ചു വന്നപ്പോ വാപ്പയില്ലാതെ. അനുഗ്രഹങ്ങളൊക്കെ പുതിയ പുതിയ അനുഗ്രഹങ്ങളും കാണാൻ പറ്റാതെ. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഒരു 10 കോടി കൊടുത്താൽ എന്റെ ഉപ്പാന് തിരിച്ചു കിട്ടും, പണം തിരിച്ചു കിട്ടും. കുട്ടികളെ, നിങ്ങളുടെ ഉമ്മ 2 മണിക്ക് മരിക്കും. സങ്കല്പിച്ചായിട്ടാവും. അത് ശീലാഴ്ച സങ്കല്പിച്ചു. പരിപാടി കഴിഞ്ഞ് പോയി പുറത്തോടെ കളിക്കാൻ പോയാൽ ഉമ്മ അങ്ങനെ കട്ടിൽമ കിടക്കുകയാണ്. ഉമ്മാനങ്ങൾ ചിലപ്പോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കറി ശരിയാകാത്തതിന്റെ പേരിൽ, മൊബൈൽ വാങ്ങി തരാത്തതിന്റെ പേരിൽ, സിനിമക്ക് പോകാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ, നിസ്കരിക്കാൻ പള്ളിയിൽ പോടാന്ന് പറഞ്ഞ നമ്മള് ചൂടായപ്പോ അങ്ങനെയൊക്കെ ഉമ്മ കള്ളാറൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞു. ഉമ്മാന്റെ മുകളിൽ അടുത്തതിന് പോയി നിൽക്കണമെന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നു മാത്രം ഞാൻ പറയില്ല. എവിടെ പറഞ്ഞാലും അവിടെ ഒരാൾ മരിക്കുന്നു. അത് ആർക്കാണ് ആ ഭാഗ്യം കിട്ടുന്നത്? അവിടെ ഒന്ന് ചിരിച്ചോളിട്ട് ഉമ്മാനെ മരിച്ചു എന്ന് പറഞ്ഞാൽ ചിരിച്ചായി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഉമ്മാനെ കാണാൻ പറ്റില്ല. നിങ്ങളുടെ പെങ്ങള് കണ്ടോ, ഇന്ന് കരയുന്ന കണ്ടോ, നിങ്ങളുടെ വാപ്പ കേൾക്കുന്നു വരുന്നു, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നു, നാട്ടുകാരൊക്കെ കൂടുന്നു. ദ്വയനാടി മനസ്സിന് പുറത്ത് കടിച്ചുണ്ടാകാതെ പക്ഷെ എനിക്ക് സംഭവിക്കരുത്. എന്റെ അമ്മ കുറേ കൊല്ലുണ്ടാകണേ പുറത്തുമായിരുന്നു. വെച്ച് സങ്കടം കാരണം പറഞ്ഞാണെല്ലാരും ഇവരെ നോക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞത് വരക്കാൻ പറ്റും. അപകട സ്വർണ്ണം പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും പാർട്ടി ഒന്നിക്കാൻ വേണ്ടി പങ്കെടുക്കും. കണ്ട നിങ്ങളൊക്കെ ഒന്ന് വാപ്പാനെ കാണും. അത് കാണാൻ പറ്റുമെന്ന് നമ്മൾ ചിരിച്ചുള്ളിയുടെ അപ്പൊ മരിച്ചു എന്ന് പറയുമ്പോ ഭയങ്കര ഫീൽ ഒന്ന് കരഞ്ഞാലും ഞാൻ ഇല്ലാത്തവരൊക്കെ നമ്മളോട്. വലിയ കുട്ടികളാണെങ്കിൽ ആകെ സങ്കടം. ഞാൻ വളരെ ഡോസ് കുറച്ചൊക്കെ പറയും. ഞാൻ എന്റെ ഞാൻ എപ്പോഴാലും എന്നെ ഒരു ദിവസത്തെ 2 തവണയും വിളിക്കും. ഇന്നലെ വിളിച്ചിട്ടില്ല. എന്താ എന്റെ ഫോണ് റേഞ്ച് ഉണ്ടായിട്ട് എന്താ ഇടയ്ക്ക് തന്നെ ചീത്ത പറയുകയും. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. മരിച്ചാൽ പിടിച്ച് കൺട്രോൾ പോലും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നു. എന്തോ നിങ്ങൾക്ക് നമ്മുടെ വാപ്പിന്റെ മരിച്ചു പോയാൽ അതിന്റെ വിഷമം അറിയുള്ളൂ. നാലഞ്ചൊക്കെ അമ്മ മരിച്ചാൽ നിങ്ങൾ അടുത്ത് പോയിട്ട് ഒരു ഉമ്മ കൊടുത്തൊക്കെ അമ്മ ഇതൊരു പാട്ടുണ്ടായിരുന്നു. ഫോൺ കിടന്നപ്പോ സ്വയം വെക്കാൻ മാതാപിതാക്കൾ all close the eyes. കണ്ണടച്ചു. മക്കളുടെ താമസിക്കും. അല്ലെങ്കിൽ പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം ആകുമ്പോ ഉമ്മ ഉണ്ടാവില്ല അടുത്ത്. ഇന്ന് ചെല്ലുമ്പോ കാണാം വീട്ടില് മൊത്തം ആൾക്കാർ. ആരാണ് കരഞ്ഞു പോയതെന്ന് അവരുടെ ഉമ്മാക്ക
ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അവരുടെ ഉപ്പാക്ക് ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. മനോഹാരിച്ചു സങ്കടത്തിൽ കാര്യം സ്നേഹണ്ടെങ്കിൽ കാര്യം ഉമ്മ മരിച്ചെടുക്കുന്നുണ്ടോ? കുട്ടികൾക്ക് ഭയങ്കര സങ്കടമായിട്ട് നമുക്ക് സങ്കടമില്ല. പോയിരിക്കാണ് നിങ്ങളെ വായില്ല മക്കളെ. കുറെ ചീത്ത പറഞ്ഞോട്ടൊന്ന് കരഞ്ഞു നോക്കും മക്കളെ. എത്ര ഉമ്മാരെ അയൽവക്കത്തുണ്ടെങ്കിലും നിങ്ങളുടെ ഉമ്മക്ക് പകരമാകില്ല കുട്ടികളെ. പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ ഉമ്മ മരണപ്പെട്ടു പോയി മനുഷ്യക്ക് മക്കളെ. ഉറക്ക കാര്യം നോക്കുന്നവര് ഉറക്ക കാര്യമുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് ഉറക്ക കാര്യങ്ങൾ നോക്കാൻ. ആൺകുട്ടികൾക്ക് സങ്കടം വരുന്നുണ്ടോ? കുറച്ചവന് ഉമ്മാനെ ഓർത്ത് കഴിഞ്ഞ മക്കൾക്ക് ഉമ്മാനോട് ഭയങ്കര സ്നേഹം മക്കളെ ഉണ്ട്. ഇതിലാരെങ്കിലും ഉമ്മ വന്നിട്ടുണ്ടോ? എല്ലാവർക്കും ഉമ്മ വന്നിട്ടുണ്ടോ? ഉപ്പ വന്നിട്ടുണ്ടോ? കുട്ടികളാരെങ്കിലും ഉപ്പ വന്നിട്ടുണ്ടോ? ഒരു കരഞ്ഞ് വേണമെങ്കിട്ടോ ഉമ്മ കുറെ കാലം ഉണ്ടാവട്ടെ. നമ്മുടെ കല്യാണത്തില്ലാത്തൊരവസ്ഥയിലും നമ്മൾ മൊബൈൽ തരാത്തെങ്കിൽ ഉമ്മാനോട് ദേഷ്യപ്പെട്ടില്ലേ? കറിയില്ലാത്തെങ്കിൽ ഉമ്മാനോട് ദേഷ്യപ്പെട്ടില്ലേ? ഉമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടില്ലേ? എന്തിനാ കാര്യം? ഉമ്മ മരിച്ചു പോട്ടടി. എന്നിട്ട് താമസന്മാരുണ്ടല്ലോ, കൂട്ടുകാരുണ്ടല്ലോ, നാട്ടുകാരുണ്ടല്ലോ. മുന്നിൽ പോയപ്പോ വലിയ സന്തോഷമായില്ല. നിങ്ങളുടെ താത്താടെ മുന്നിൽ കരണ്ടില്ലേ? ഇവിടെ ഇപ്പൊ ഒരു മൂലക്കേക്ക് കണ്ടില്ലേ? നിങ്ങൾ ചിരിച്ചോളി, ഉമ്മ വേണ്ടല്ലോ.
ഒന്നുകൂടി ഓർത്ത് നോക്കൂ. ഉമ്മ ദേഷ്യപ്പെട്ടത്, ഉമ്മ ചിരിക്കുന്നത്, ഉമ്മ വിഷമിച്ചത്, നിങ്ങളെ കുറിച്ച് പറഞ്ഞതൊന്നും ഓർത്ത് നോക്ക്. കുട്ടികളെ, എല്ലാവരുടെയും ഉപ്പമ്മയോട് വന്നിട്ടുണ്ടോ? കൈ പിടിച്ച എല്ലാവരും ഉപ്പ് വന്നവരും കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ആര് പറഞ്ഞില്ലേ? നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ചവിട്ടി ഉമ്മാന് കരോട്ട് കുത്തി ഉമ്മാന്റെ കുട്ടി മരിച്ചു പോണെന്ന് പറഞ്ഞില്ല. പഠിച്ചോന്റെ കുട്ടിയെ കാക്കണേ അല്ലോ, അങ്ങനെയാണ് ഉമ്മ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ വലുതായപ്പോ ഉമ്മാനോട് ദേഷ്യപ്പെട്ടില്ലേ? സഹിച്ചോ? നിനക്ക് ഉമ്മ വേണ്ട, ചീത്ത പറഞ്ഞില്ലേ? ഉമ്മാനേക്കാൾ വേറെ കുറെ ആൾക്കാരെ സ്നേഹിക്കാൻ നോക്കിയില്ലേ? ഉമ്മ റബ്ബറിൽ ഇങ്ങനെ കിടക്കട്ടെ, ഖിയാമത്ത് നാൾ വരെ
ഒരു കല്യാണത്തിന് പോകുമ്പോ ഉമ്മ ഉണ്ടാവില്ലടാ, ചിലപ്പോ ഉമ്മാനെ വിട്ടു. ഇപ്പൊക്ക് തോന്നില്ലേ ഉമ്മയോട് ദേഷ്യപ്പെടേണ്ടിയില്ല? കുട്ടികളെ ഉമ്മാണ്ട് ദേഷ്യപ്പെടുവോ? നിമ്മാനോട് ദേഷ്യപ്പെടുവോ? നിമ്മാനോട് ദേഷ്യപ്പെടുവോ? ഉപ്പാനോട് ദേഷ്യപ്പെടുവോ? ആണെങ്കി മരിച്ചോട്ടടക്ക് എന്തിനട ഉപ്പന്തേക്ക് എന്തിനടാ കണ്ട മയ്യത്തിൽ എടുക്കാൻ പോകുമ്പോ വെറുതെ ചിരിക്കട ഉമ്മ പോയിക്കോട്ടെ സമാധാനം എന്ന് പറയടാ. ഇൻസ്റ്റാഗ്രാമ് അല്ല റീൽസ് ഒക്കെ ചെയ്യും. റീൽസ് എടുക്കുക, മയത്തിൽ എടുക്കുന്നത് റീൽസ് എടുക്കും. ഉമ്മാനെ സ്നേഹിച്ചും മനസ്സറിഞ്ഞ് കെട്ടിപ്പിടിച്ചോ വായിച്ചിട്ടുണ്ടോ? വെറുതെ ഒരു ഗസ്റ്റിനൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇതാ ഈ 4 പേരുടെ ഉമ്മ അവിടെ ഉണ്ട്, നിങ്ങൾ വീട്ടിൽ പോയ ഉമ്മാനുമാക്കണം. ഇതാ അവര് ജീവിതത്തിൽ അവാജ്യമായ മുൻപ് പോകരുതെന്നുള്ള സങ്കടത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് നല്ലൊരു ഉമ്മ എടുത്ത എന്തെങ്കിലും പറഞ്ഞിട്ടേ പൊരുത്തപ്പെട്ട നമ്മൾ പറയും ഈ വേണ്ടുമാരെ കുട്ടികളോടെ ഈ ഉമ്മാരെ കുട്ടികളോടെ പേര് പറയും പേര് പറയാം ഈ ഉമ്മാരെ കുട്ടികളാ പേര് പറയും പേര് പറയും ആരാളുണ്ടോ? ആരാ അപ്പുറത്താ പേര് വെക്ക് കുട്ടികളെ
വല്യമ്മയാണ്. അപ്പൊ അപ്പുറം ഉണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞു ഉമ്മാരോട്, എനിക്കൊന്നും അപ്പാനോട് ഇങ്ങനെ പറയാൻ അവസരം ഉണ്ടായില്ല. എന്റെ വാപ്പ മരിച്ചുപോയി. നിങ്ങളുടെ ഉമ്മപ്പെട്ട് വെട്ടിപ്പിടിച്ച് പറയും, ഞാൻ പറഞ്ഞൊക്കെ പൊരുത്തപ്പെടണേന്ന് പറയും. ഉമ്മാരെ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കുക. നിങ്ങളുടെ കുട്ടികൾ പാവാന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ വരെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവർ ആഗ്രഹിക്കുന്നില്ലേ? എന്റെ ഉമ്മാനിപ്പൊ ഒന്ന് കിട്ടിയെങ്കിൽ ഉമ്മ വിട്ടവർ ഓടും. 3 കാര്യങ്ങളിലേക്ക് നോക്കൽ പുണ്യമാണ്. അന്നദുറിലൽ കഅബ, കഅബയിലേക്ക് നോക്കൽ പുണ്യമാണ്. അന്നദുറിലൽ ഖുർആൻ, ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്. 3ാമത്തെ പുണ്യം പറയുന്നത് അന്നദുറിലാ വജ്ഹിൽ വാലിദൈനി. ഒരു റിവായത്തിൽ ഉമ്മീനുണ്ട്, ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക് നോക്കൽ പോലും ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. അവർക്ക് ഉമ്മണ്ട് ഇവിടെ. ഇപ്പൊ ഇങ്ങടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? അതുകൊണ്ട് നിങ്ങളൊന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മാനെ ഉമ്മാക്കളവിടെ പോയിട്ട് എന്റെ ഉമ്മ പോകരുതേ എന്ന് പറയണം. ഒരുപാട് കാലം പ്രായമായിട്ട് നിങ്ങളൊന്ന് ഗുണണ്ടാണ്, ഉപ്പുണ്ടാണ്. ഇതിലൊക്കെ ഉപ്പാനെ മറന്നു പോകരുത്. കാരണം നിങ്ങളാരും ഉപ്പട വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും ഉപ്പോടുണ്ടോ? എഴുന്നേറ്റ് നിങ്ങളുടെ ആരെങ്കിലും ഉപ്പോടുണ്ടോ? പെട്ടെന്ന് പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ആരെങ്കിലും ഉപ്പുണ്ടോ? നമ്മൾ ഒരിക്കലും ഉപ്പാനെ വാങ്ങിക്കില്ല. കാരണം ഉമ്മയല്ല എപ്പോഴും സ്നേഹം. ഈ ഉപ്പ വിഷമൊന്നും പുറത്തറിയിക്കില്ല. ബുദ്ധിമുട്ട് മതി പോയി കൊടുക്കും. ജീവിതത്തിൽ ആ ഉമ്മാരെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും. ലൈഫിൽ ആദ്യമായിട്ടാവും കുട്ടികൾ ഉമ്മാക്ക് വേണ്ടി കരഞ്ഞത് അവർ കണ്ടിട്ടുണ്ടാവും. അവര് കരഞ്ഞാൽ മൊബൈലിന് വേണ്ടി ഫോണിന് വേണ്ടിയിട്ടായി. ഉമ്മാനെ ഓർത്ത് കരഞ്ഞ നിങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ദിവസമാണ്. അവസാനത്തെ ഞാൻ പറയുന്നത്. ഈ പെൺകുട്ടികളുടെ ആരെങ്കിലും ഉപ്പാനോട് ഉണ്ടാവും. ഉപ്പാനെന്താ ഭയങ്കര വിഷമൊക്കെ ഉള്ളിലൊന്നും കിട്ടോ. ഞാനൊരു ഉപ്പയില്ല, കുട്ടികളോടൊന്നും പറയില്ല. കുട്ടികൾ അത് വേണം ഇത് വേണമെന്നൊക്കെ പറയും. അപ്പൊ ഭയങ്കര രീതിയിലാണ്. ആരാണ് എന്റെ ഉപ്പ? നല്ല വാപ്പ, നല്ല കുട്ടിയാണല്ലോ. എല്ലാരും നല്ല കുട്ടികളല്ലേ കേട്ടോ. പക്ഷെ ഇവിടെ വാപ്പ വന്നിട്ടില്ല. അപ്പ എന്നെ കെട്ടിപ്പിടിച്ചെന്റെ മുന്നിൽ പ്രതികാര ജീവിതത്തിലെ മെമ്പറുകൾ പെൺകുട്ടികളൊന്നും വാപ്പാരോട് വന്നിട്ടില്ല. ആര് ആരാണ് ഉപ്പ? ഉപ്പാരെ വിഷമങ്ങൾക്ക് എന്തേലും അറിയില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ അകന്നു നിൽക്കലുള്ളൂ. ഇപ്പൊ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടെന്താന്ന് നിങ്ങൾക്കറിയാം. വിഷമം എന്താ അറിയാം? ഉപ്പ കഴിയണ അതിന്റെ സങ്കടം. ഉപ്പാനും കെട്ടിപ്പിടിച്ച് രൂപ കൊടുത്ത് ഇഷ്ടപ്പെടണം. അത് രണ്ടുപേരും ജീവിതത്തില് ഭയങ്കര സന്തോഷവും ഇഷ്ടവും. നമ്മളെപ്പോഴും ഉപ്പാരെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. അല്ല സോറി, ഉമ്മാരെ കുറിച്ച്. ഉപ്പാക്ക് ഒരു കരയാൻ പോലും കഴിയില്ല. ഉപ്പാക്ക് മക്കളൊന്നില്ല, കരയാൻ പോലും കഴിയില്ല. ഒരു മോളുടെ കല്യാണം ഉണ്ടെങ്കിൽ എല്ലാവരോടും വിഷമം സഹിച്ച് ആരോടും പറയാതെ ചെയ്യും. ഞാനോടെങ്കിലും പറഞ്ഞാൽ തന്നെ മക്കളോട് പറയില്ല. മക്കൾ പറയുന്നു മൊബൈൽ വേണം, എനിക്ക് ആ ഡ്രസ് വേണം, ഈ ഡ്രസ് വേണ്ട. അപ്പോഴൊന്നും വാപ്പത്തിപ്പോ ചൂടായാലും മനസ്സിലുണ്ടാവും പ്രശ്നം, എനിക്ക് കുട്ടിക്ക് വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എത്ര വാപ്പാര് എവിടെയോ ഇന്നൊന്ന് കരയാൻ പോലും ആകാതെ നെഞ്ചുപൊട്ടി മരിച്ചുകൊണ്ട് നിങ്ങൾ അറിയുന്നത്. നിങ്ങളുടെ ലൈഫിൽ അവിസ്മരണീയമായ ഒരു നിമിഷമാണ്. എനിക്ക് അറിയണ്ട, എനിക്കറിയണ്ട. ആ ചെറിയ കുട്ടികളെ കരയണമെന്ന് ലാസ്റ്റ് ആരാണ് ഒച്ച വെച്ച് കരയണത്? ആരാ? കുട്ടികളെ, എനിക്കെന്നോട് ദേഷ്യം ഉണ്ടാവും. എനിക്കെന്നോട് ദേഷ്യം ഉണ്ടാവും. ഉണ്ട്. ആദ്യത്തെ ഹാപ്പിത്തെ കാണാനല്ലോ. നമ്മുടെ ഉമ്മാനെ മരിച്ചാളല്ലേ. ഒന്നുകൂടി അത് പ്ലേ ചെയ്യും. ഒന്നുകൂടി കണ്ണുകളിൽ നോക്കിയിട്ടുണ്ടാവും. ഈ നിമിഷം
ഈ പാട്ട് കേൾക്കുമ്പോൾ ഓർത്തിട്ട് പഠിച്ചവണ് മനസ്സിൽ കാര്യം പറയണം. പുറത്ത് പച്ചവരല്ല. എന്റെ ഉപ്പ കുട്ടികളെ ഓപ്പണികളായ കണ്ണു തുറന്നു വെച്ചോളൂ. ആർക്കെങ്കിലും ടിഷ്യൂ പേപ്പർ ആവശ്യമുണ്ടോ? കൈ നോക്കി അതൊന്നും കുഴപ്പമില്ല. ഓരോ കൊടുത്തില്ല. അതിന് കരണ്ട് സങ്കടപ്പെട്ടു പോയ ഉമ്മാക്ക് വേറെ സങ്കടം. വെള്ളം ആയിരിക്കും വേണ്ടി കൊടുക്കും. വെള്ളം കൊടുക്കും.
ക്ലാസ് അവിടെ ഉണ്ടാവും. 2 ലിറ്റർ ഐസ് ക്രീം എന്താണ് എന്നോട് ഇത്ര ദേശീയായി കുട്ടികളെ അപ്പൊ കരയാത്ത ചെക്കന്മാരൊന്നുമില്ല. അത് കേൾവി കേട്ടൂടെ കുട്ടികളെ? എനിക്കറിയാം എന്നോട് പെണ്ണുകൊണ്ട് എനിക്കറിയാം. കുട്ടികളെ നിങ്ങളുടെ ഉമ്മാർക്ക് അല്ലാതെ ദുർവയസം കൊടുക്കട്ടെ, ഉപ്പാർക്ക് ദുർവയസം കൊടുക്കട്ടെ. ഒക്കെ ഇന്നൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ നിങ്ങളൊരു സൈക്കോളജിക്കൽ ഇമോഷണൽ ലോക്കിങ്ങിലേക്ക് കൊണ്ടുപോയതാണ്. ഒക്കെ ഇനി മൈക്കില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പറ. ഞാൻ പറഞ്ഞാൽ മൈക്കുള്ളത്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാണ്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കി, നിങ്ങൾ കാര്യത്തിൽ സത്യമാണ്. നിങ്ങൾക്ക് ഉമ്മ ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി ഉമ്മ നിങ്ങൾ വഞ്ചിക്കരുത്. ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങൾ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പരീക്ഷ നടത്തിയത്. ചെറിയ കുട്ടികളായതുകൊണ്ട് നടത്തില്ല. കടലാസിൽ സാധനം നിങ്ങളോട് ഇപ്പൊ പറയുന്നത് സത്യസന്ധമായി എഴുതും. പക്ഷെ നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അപ്പോ നിങ്ങൾ ഉമ്മാനെക്കാട്ടിലും സ്നേഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. സംതിങ് എനിവേ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. സ്നേഹം ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഉത്തരമല്ല പറയും. എന്റെ മധ്യകേരളത്തിലാണെങ്കിലും ശരി, പെൺകുട്ടികളൊക്കെ ചില ചെറുക്കന്മാർ ഇവിടെ ഇറങ്ങിപ്പോകും. ഒരു കോലല്ലാത്ത ടീമിന്റെ കൂടെ, ചിലപ്പോ മുസ്ലിങ്ങളുടെ കൂടെ അവരുടെ ഉപ്പയൊക്കെ അവരുടെ ഉപ്പയൊക്കെ എന്തുമാത്രം അവർക്ക് വേണ്ടി വേണ്ട. നിങ്ങളുടെ പല ആൾക്കാരുടെ ഉപ്പമാര് ഗൾഫിലാണ്. പൊള്ളുന്ന ചൂണ്ടിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കുബൂസൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കണം. എന്ന് ഞങ്ങൾ ഓടിപ്പോകും. നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിച്ച ഒരാളോട് ഉപ്പാന്ന് നിങ്ങൾ ഇതിനെ വിളിച്ചു. എന്തിനാണെന്നറിയോ? ഞാൻ സംസാരിക്കാൻ പോകും. അല്ലാതെ നിങ്ങളൊരു അഡ്വൈസ് നേടാതെ ഈ തലശ്ശേരിയിലെ ഒരു വാപ്പിന് വന്നിട്ടേ ആ കുട്ട പേരും കറിയോ ഇത് പറഞ്ഞ് 20 ബോധം കെട്ടുപോയി ഒരു മുസ്ലിമിന്റെ കൂടെ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു പറയുന്നത്. നിങ്ങൾ ചെറിയ കുട്ടിയായപ്പോ ഒന്നോ അമ്മിച്ച നൽകി, നിങ്ങൾ മൂത്രമൊഴിച്ചു. നിങ്ങളിപ്പം ഭയങ്കര SLC-ക്കാരും +2-കാരൊക്കെ ആയി. നിങ്ങൾ മൂത്രമൊഴിച്ചു. ഉമ്മാന്റെ മാരണത്തിലൂടെ കാഷ്ടിച്ചു. ഉമ്മ അത് വൃത്തിയാക്കി. വാപ്പ ഭക്ഷണം കഴിക്കാതെ ഇടങ്ങളായി നിങ്ങൾ ഭക്ഷണം വസ്ത്രമായി തന്നു. എന്നിട്ട് നിങ്ങൾ 18 വയസ്സായി ചെറുതായപ്പോ നിങ്ങൾ പറന്നു പോവുക. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ മരിക്കാനല്ലേ. എന്നിട്ട് നിങ്ങളിങ്ങനെ റീൽസ് കിട്ടുമ്പോ എന്റെ മയ്യത്തൊക്കെ ഇട്ടാ. എന്നിട്ട് കാമുകൾ ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് പറയില്ല, വീഡിയോ കോൾ ചെയ്യാം. എന്റെ ഉമ്മാനെ കണ്ടാ മരിച്ചെടുക്കണതേ. അല്ലെങ്കിൽ നിങ്ങൾ കാര്യത്തിൽ കള്ളക്കരച്ചിലാണ്. നമ്മുടെ ചന്ത് നടക്കണ വാർത്താറ് കള്ളക്കരച്ചിലാവില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങളോട് കൂടിയാ പറയണം. നിങ്ങളോട് കൂടിയാ പറയണം. പള്ളിയിൽ പോയിട്ട് നായിരിക്കെങ്കിലും ബാക്കി സമയത്ത് പറയണം. പടച്ചവനോട് ദ്വയക്കണം. മുസ്ലിംമാര് ദ്വയ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ദ്വയക്കണം. പടച്ചോന്റെ വാപ്പിന് മരിക്കരുത്. ഒരു സങ്കടം കരഞ്ഞ സത്യാണെങ്കിൽ ഇശാമാരിന്റെ ഇടയിൽ പെൺകുട്ടികൾക്ക് ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കരുത്. ഇൻഷാല്ലാഹ് പറയുന്നത് കരഞ്ഞ സത്യമാണെങ്കിൽ ഇൻഷാല്ലാഹ് പറയും. പറ പെൺകുട്ടികളോടോ ഇൻഷാല്ലാഹ് പറ. ഇശാമാരിന്റെ ഇടയിൽ ഉപയോഗിക്കരുത്. അപ്പൊ ക്ലാസ് ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട് അല്ലേ? ക്ലാസ് ഉണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അതല്ലാതെ ഉപയോഗിക്കരുത്. നിങ്ങൾ കാര്യം സത്യമാണെങ്കിൽ, നിങ്ങൾ പ്രൂവ് ചെയ്ത സ്നേഹം സത്യമാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. ഇശാമാരിന്റെ ഇടയിൽ അതിലേക്ക് സമയമുണ്ടല്ലോ. അതായത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല, സമയമുണ്ടല്ലോ. കുട്ടികളെ മാതാപിതാക്കൾ ഭയങ്കര സംഭവമാണ്. നോക്കൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, ലുക്മാൻ ഹക്കീം എന്ന് പറയുന്ന ഒരാളുണ്ട്. ദ ഫിലോസഫർ ഓഫ് ഇസ്ലാമിക് ഹിസ്റ്ററി. ഇസ്ലാമിക ചരിത്രത്തിലെ ഫിലോസഫറാണ്, ഒരു ജിയോളജിസ്റ്റ് ആണ്. സൂറത്ത് ലുക്മാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖുർആനിൽ കേട്ടിട്ടില്ലേ? ലുക്മാൻ പ്രവാചകനാണെന്നും അല്ലാന്ന് അഭിപ്രായമുണ്ട്. എന്തായാലും ഭയങ്കര തത്വശാസ്ത്രജ്ഞനും ഫിലോസഫറായിരുന്നു അദ്ദേഹം. റൈറ്റ്. അദ്ദേഹം ഒരിക്കൽ മകനോട് പറഞ്ഞു, ഇവിടോ നീ കരയല്ലേ? മകനോട് പറഞ്ഞു, മോനെ എനിക്ക് സ്വർഗത്തിലെ ഒരു സാധനം വേണം, നീ കൊണ്ടുതരുമെന്ന് ചോദിച്ചു. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ സ്വർഗത്തിലെ ഒരു സാധനം തരണം. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ
ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല. നിങ്ങളുടെ വാപ്പിക്ക് നിങ്ങളോട് പറയാണ് മോന് സ്വർഗത്തിലൊരു സാധനം വേണമെന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലാന്ന് പറ. പറ്റുമോ? എങ്ങനെയാണ് സ്വർഗത്തിലെ സാധനം കൊണ്ടുവരാൻ പറ്റുക? നമ്മൾ അത് സ്വർഗത്ത് കൊണ്ടേ. പക്ഷെ ആ കുട്ടി പോയി മടങ്ങി വന്ന് ഒരു പൊതി കൊണ്ടുപോയിട്ട് കൊടുത്തു, പറഞ്ഞു ഇതാ സ്വർഗത്തിലെ സാധനം. ലുക്മാൻ തങ്ങൾ ആ പൊതി അഴിച്ചപ്പോൾ അതിൽ മണ്ണാണ് കണ്ടത്. അപ്പൊ നമ്മൾ ചോദിച്ച മോനെ ഇത് മണ്ണല്ലടാ, ഇത് സ്വർഗത്തിലെ ഒരു സാധനമാണ് ചോദിച്ചത്. മകൻ പറഞ്ഞു ഇത് സ്വർഗത്തിലെ മണ്ണാണ്. ലുക്മാൻ തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് സ്വർഗത്തിലെ മണ്ണല്ല, സ്വർഗത്തിലെ മണ്ണ് മുത്താണ്, രത്നമാണ്, ഗോമേരകമാണ്, മരതകമാണ്, വജ്രമാണ്, വൈഡൂര്യമാണ്, സ്വർണമാണ്, വെള്ളിയാണ്. അതല്ലേ സ്വർണം. സപ്തവർണ്ണ രാജികളിൽ ജ്വലിക്കുന്ന മണ്ണാണ് സ്വർഗത്തിലെ മണ്ണ്. ഇത് ലോകത്തിലെ മണ്ണല്ലേ? നോട്ടപ്പാൻ മകൻ പറയുകയാണ് വാപ്പ ഇത് സ്വർഗത്തിലെ മണ്ണ് തന്നെയാണ്. ഞാൻ അടുക്കളയിൽ ചെന്ന് ഉമ്മാനോട് പറഞ്ഞു കാലൊന്ന് പൊക്കി പിടിക്കണമേ. ഉമ്മാന്റെ കാലിന്റെ അടിയിൽ പറ്റിപ്പിടിച്ച മണ്ണ് ഞാൻ കൈകൊണ്ട് പിടിച്ചെടുത്തതാണ്. പൂർവവേദ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടില്ല പിതാവേ. അൽ ജന്നത്തു അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാത്. ഉമ്മയുടെ കാലിന്റെ കീഴിലാണ് സ്വർഗം. റസൂലുള്ളാഹി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ലുക്മാൻ തങ്ങൾ പ്രവാചകന് മുമ്പ് വന്നുപോയ ആളാണ്, അതുകൊണ്ടാണ് പൂർവ്വവേദ ഗ്രന്ഥങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഉമ്മാന്റെ കാലിന്റെ കീഴിൽ സ്വർഗമാണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ സ്വർഗത്തിലെ മണ്ണാണ്. ഭയങ്കര ലോജിക്കാണ്. വാപ്പ തന്റെ മകനെ കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ ഇവിടെ മാതാപിതാക്കൾ തന്റെ പ്രിയപ്പെട്ട മക്കളെ കെട്ടിപ്പിടിച്ച് കണ്ണീരണിഞ്ഞതുപോലെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മകനെ പാപ്പാന്റെ കാലിന്റെ കീഴിലും സ്വർഗമാണടാ, ഉപ്പച്ചിയുടെ കാലിന്റെ കീഴിലും സ്വർഗമാണടാ എന്ന് പറയുന്നു ലുക്മാൻ. കുട്ടികളെ രണ്ടും വിഷമാണ്, പക്ഷെ രണ്ടും സ്വർഗമാണ്. മാതാപിതാക്കൾ രക്ഷിതാക്കൾ, അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കരുത്. അവരെ തുള്ളി കണ്ണീര് ശാപമായി ഇറങ്ങിയാൽ പരിപാടി തീരും. ചില ആൾക്കാരില്ല, ഗൾഫിൽ പോകുമ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ കല്യാണം കഴിക്കും പ്രശ്നവും ഓപ്പൺ ടെൻഷൻ. അങ്ങനെ അമ്മമാരിന്ന് പോയി ഇസ്ലാമാരിന്ന് പോയി അവർ കുഴപ്പമൊന്നുമില്ല പോയിക്കോളും. അവിടുന്ന് ശരിയായിട്ട് അമ്പലത്തിൽ പോയി, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളതായി തൃശ്ശൂർ. അവിടുന്ന് പോയി കുട്ടിച്ചാത്ത സേവാടത്തിൽ പോയി പോയി ശരിയാകുന്നില്ല. പിന്നെ ഡോക്ടറെ കണ്ടു, ഹൃദ്രോഗമായി, ടെൻഷനായി, പ്രഷറായി. ഒരൊറ്റ മരുന്നേ ഉള്ളൂ, എവിടെയോ പാളിയിട്ടുണ്ട്. എന്താണ് ആ പാളിച്ച? ഉപ്പയോട് ഉമ്മയോട് ലൈഫിൽ എപ്പോഴോ ദേഷ്യപ്പെട്ടു. സാധാ ദേഷ്യപ്പെടില്ല, അവരുടെ മനസ്സ് ഒരു കോണ്ടക്സ്റ്റ് അനുസരിച്ചിരിക്കും. അവരുടെ മനസ്സ് പൊട്ടിയിട്ടുണ്ടാവും ആ സമയത്ത്. പിന്നീട് ഭയങ്കര സ്നേഹമായിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അള്ളാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മ മറന്നുപോയാലും പടച്ചോൻ മറക്കൂല. അത് കറക്റ്റ് ആകാതെ, ഉപ്പയെ വേദനിപ്പിച്ചത് കറക്റ്റ് ആകാതെ ലൈഫിൽ സക്സസ് ആകാൻ കഴിയില്ല. എല്ലാ സക്സസും നിങ്ങളുടെ ബുദ്ധി മാത്രമല്ല, നിങ്ങളുടെ പ്ലാനിങ് അല്ല. നിങ്ങളുടെ ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് കോഴ്സിൽ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ എയിം സെറ്റ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് എയിമിലേക്ക് ഫോക്കസ് ചെയ്യുക. അതൊക്കെ 50% ഉള്ളൂ. സ്പിരിച്വലായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങുകളെയും തകർക്കാൻ ഒരു ഉമ്മയുടെ കണ്ണീര് മതി. അതുകൊണ്ട് ലൈഫ് സക്സസ്ഫുൾ ആകണം. നിങ്ങൾ ജയിക്കാൻ വേണ്ടി വേറെക്കാൻ പറയല്ലോ, നിങ്ങൾ ജയിക്കാൻ വേണ്ടി നന്നായി പഠിക്കണം. പക്ഷേ ദ്വയർന്ന മാത്രം പോരാ, വാപ്പാനോടും ഉമ്മാനോടും പൊരുത്തം. ഒരു മഹാൻ പറയണം, ഞാൻ എല്ലാ ദിവസവും ഉമ്മാനോട് വാപ്പാനും പൊരുത്തപ്പെടിക്കും. കാരണം അന്നത്തെ ദിവസം കണക്ക് അങ്ങനെ നിൽക്കാൻ കാരണം ഇത് പൊരുത്തപ്പെടിക്കാതെ ഒക്കെ ഞാൻ മരിച്ചു പോയാലോ. ഇപ്പൊ സാങ്കല്പികമായ ഒരു മരണം പറഞ്ഞപ്പോ നിങ്ങൾ വായിട്ട് നിലവിളിച്ചു. ഞാൻ അവസാനിക്കുന്ന കുട്ടികളെ അതുകൊണ്ട് നന്നായി പഠിക്കുക, പിന്നെയും പഠിക്കുക, പിന്നെയും പഠിക്കുക. നിങ്ങളൊക്കെ നല്ല മനസ്സുള്ളവരാണ്. ഞാൻ കുറച്ച് ക്രൂരമായി സംസാരിച്ചത് നിങ്ങളുടെ പ്രായം ചെറുതായതുകൊണ്ട് നിങ്ങൾ ആ ഇമോഷനിലേക്ക് വരില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അത്ഭുതകരമായി നിങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നല്ലൊരു കമ്മിറ്റിയുണ്ട്, നല്ല ഉസ്താദന്മാരുണ്ട്, നല്ല രക്ഷിതാക്കളാണെന്ന് ഞാൻ പറയില്ല. കാരണം അങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ആഗ്രഹിച്ച് എന്റെ ഒത്തിരി വന്നിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ. പക്ഷെ അത് വന്നില്ലല്ലോ.
സോ എന്തെങ്കിലും കാരണം ഉണ്ടാവും, നമ്മളെ കുറ്റപ്പെടുത്തില്ല. ഇനി ഒരു സംസ്ഥാനം നിങ്ങൾ വീട്ടിൽ പോയി പറയില്ലേ? നിങ്ങൾ വരാത്തതിന് ദേഷ്യപ്പെടില്ലേ? ദേഷ്യപ്പെടണ്ട, സങ്കടം പറയില്ലേ? ആന്ന് പറ. നിങ്ങളൊന്ന് സ്കൂളിൽ വിളിച്ചാൽ പോകും, സ്കൂളിൽ കിട്ടിയ മീറ്റിംഗിനൊക്കെ തലേ ദിവസം തന്നെ പറഞ്ഞ സ്ത്രീറ്റ് കൊടുക്കും. കാര്യങ്ങൾ ഭയങ്കര സംഭവമാണല്ലോ. മദ്രസയിൽ കിട്ടിയ മീറ്റിംഗ് വിളിച്ചു വരുമല്ലോ, അത് പിന്നെ ഫീസ് കൊടുക്കാതെ ഫ്രീ ആയി പഠിക്കുന്നതല്ലേ. അതുകൊണ്ട് ഇന്ന് പോയിട്ട് ഉമ്മാന്ന് വിളിക്കാം. എന്താ വിളിക്ക? പറയടാ. അങ്ങനെ സൗണ്ടൊക്കെ പോയി. എന്നിട്ട് കെട്ടി പിടിച്ച് ഉമ്മ കൊടുക്കുക. ഉമ്മ ബോധം കെട്ടി വീഴും. ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് ഞങ്ങൾ ചെയ്യുന്നതിരിക്കും വാക്ക് തരികയാണെങ്കിൽ നിങ്ങളെല്ലാ പരീക്ഷയും ജയിക്കാനും നിങ്ങളുടെ ഒപ്പം മരിക്കാതിരിക്കാനും എനിക്ക് എന്തെങ്കിലും പക്ഷെ പെട്ടെന്ന് വെക്കായിരിക്കും 40 വയസ്സ്. നിങ്ങൾ എനിക്ക് വാക്ക് തരുമോ? തരുമെന്നുള്ളൊരു കൈ വന്നിച്ച ഇവിടെ കുത്തിയൊരു മുത്തണ്ട, അല്ലാത്തത് കെട്ടി പിടിച്ച ഉമ്മാനൊരു മുത്തം. ഉമ്മാനെ ഉമ്മക്കല് വിവാദത്താണ്. അപ്പൊ ഉമ്മ ചോദിക്കുക എന്തോടെ പറ്റിയത്? അത് ഇന്നവിടെ ചെങ്ങായി വന്നിരുന്ന ഒരു പിരാന്തൻ. അറിയില്ലേ? എന്നറിയില്ലേ? successfully your future education life and family life. Allah bless you. Take care. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞു കേട്ടൊരു സാഹചര്യം മക്കളെ നമ്പരാനി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സൊക്കെ. ഇതിൽ ചിലരുടെയെങ്കിലും ഒരു കുഞ്ഞിന്റെ അടക്കം ഞങ്ങൾ രക്ഷിതാക്കളുടെ പലരുടെയും വാപ്പയും മരിച്ചു കൊടുത്തിട്ട് നമ്മുടെ വൈസൂസ്താദിന്റെ വാപ്പ രോഗബാധിതനായി കിടക്കുകയാണ്. ഞാൻ കിടക്കുന്നത് പോയി കണ്ടിരുന്നു. ഒരുപാട് കുറെ മക്കളുടെ ഭാഗ്യം കിട്ടിയൊരു വാപ്പയാണ്. പക്ഷെ സമസ്ത കേരള ജനത്തിലെ ഒരു അടിയുറച്ച നിലപാടുള്ള ഒരാളാണ്. അതേസമയം മുസ്ലിം ലീഗുകാരനൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുപോലെ ഇങ്ങോട്ട് വരേണ്ടിയിരുന്ന എന്റെ കൂടെ സാധാരണ യാത്ര ചെയ്യാനുള്ള ഓയിസീമാനി അദ്ദേഹത്തിന്റെ വാക്കുകളാലോചിച്ച് ഓരോ ദിവസവും ഡയാലിസിസ് ചെയ്യണം. ഓരോ ദിവസവും വീട്ടിൽ നിന്ന് മഞ്ചേരി കൊണ്ടുപോകും. ആ മനുഷ്യന്റെ അവസ്ഥയ്ക്ക് ഡയാലിസിസ് പറഞ്ഞാൽ കിഡ്നി ഡാമേജ് ആയിട്ട് ആർട്ടിഫിഷ്യൽ കിഡ്നിയിലൂടെ നമ്മുടെ ബ്ലഡിനെ കയറ്റിവിട്ട് സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റി വിടുന്നതാണ് ചെറുതായി പറഞ്ഞാൽ ഡയാലിസിസ്. സുഖമുള്ള പരിപാടികളുണ്ട്. രക്തശുദ്ധീകരണം നടത്തുക. നമ്മുടെ കിഡ്നി അല്ലാതെ നമുക്ക് 2 എണ്ണം നൽകിയിട്ടുണ്ട്. വളരെ ചെറുതാണ്. പയറുമണിയുടെ ആകൃതിയാണ്, അത്ര വലുപ്പമല്ല ആകൃതി, വളരെ ചെറുതാണ്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴോ ഒക്കെ അങ്ങനെ വർക്ക് ചെയ്ത് അത് രക്തശുദ്ധീകരണം നടത്തുന്നത് ഈ കിഡ്നിയാണ്. അതുകൊണ്ട് ഒരാളും സഹായിക്കേണ്ടവരുണ്ട്. നിങ്ങളുടെ കാമുകന്മാരോ നിങ്ങളുടെ കാമുകിമാരോ നിങ്ങൾ അതാണ് ഭയങ്കര സംഭവങ്ങളോ മമ്മൂട്ടിയോ നിങ്ങളുടെ മോഹൻലാലോ സിനിമ നടന്മാരോ ക്രിക്കറ്റാരോ ഒരാളും നിങ്ങളുടെ വാക്കാട് ഡയാലിസിസിന് പൈസ കൊണ്ടുവരില്ല. പടച്ചോൻ സഹായിക്കാൻ വിചാരിച്ച ആരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ആ പരിമിതികളെ കുറിച്ച് ബോധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം രോഗികൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടം തരട്ടെ. നല്ല കുട്ടികളായി വളർത്തട്ടെ. അതുകൊണ്ട് വീട്ടിൽ പോയി ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരുടെയും മാതാപിതാക്കൾ അല്ലാഹു ഒരുപാട് കാലം ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടതെന്ന് പറയുന്നില്ല, ചെയ്യുന്നവരുടെ പറഞ്ഞ മാത്രം മതി. അവരൊക്കെ പരീക്ഷകളിൽ അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സമയമാണ്, ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. 5 മിനിറ്റ്, കുറെ ഏറെ വൈകിട്ടില്ല. സോ താങ്ക് യു. അസ്സലാമു അലൈക്കും. നല്ല ക്ലാസ്സാണ്. എല്ലാവരും അറിയിപ്പിച്ച് ഉമ്മാരുടെ ദേഷ്യം ഓർമ്മ ദേഷ്യം പോലെ എല്ലാവരും ഇടപെട്ടിട്ട് തിരിയാൻ പറ്റാത്ത ഒരവസ്ഥകൾ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട് ഒരു നിലക്കും ബാപ്പിയും പലരും പല നിലക്കുള്ള കൗൺസിലിംഗ് ചെയ്തിട്ട് മാറാത്ത കുട്ടികൾ ആ ക്ലാസ്സോട് കൂടി മാറിയ ഒരു അനുഭവം ഇന്ന് ആ പെൺകുട്ടികൾ ഹിജാബ് ഇട്ടാണ് നടക്കുന്നത്. എന്ത് കാര്യമാണെങ്കിലും ഉമ്മാന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അവർക്ക് ആഴത്തുള്ള വ്യത്യാസം അനുഗ്രഹിക്കട്ടെ. കുട്ടികൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ക്ലാസ് കേട്ട ഫീലിംഗ് ഉണ്ടെങ്കിൽ അനുഭവം ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ പങ്കുവെച്ച് കളവുകയാണ്. നമ്മള് ഇന്നത്തെ പരിപാടി സാധാരണഗതിയിൽ
പ്രാവശ്യം നമ്മൾ കൗൺസിലിങ്ങും മറ്റു കുട്ടികൾക്ക് ക്ലാസ് എന്ന രീതിയിൽ പല പരിപാടികൾ പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. ഇന്നത് എന്ത് പറയാൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ആണ് രക്ഷിതാക്കൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്തത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, എന്റെ ഉമ്മ വേഗത്തിലുണ്ടെങ്കിലും രോഗബാധിതരാണ്. ഈ ദുനിയാവിൽ എല്ലാത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. കാരണം ഉമ്മ മരണപ്പെടുന്നു എന്ന ഒരു വാർത്ത കേൾക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാലഘട്ടം ഒരു കാര്യമാണ്. കാരണം അത് നമുക്ക് നമ്മുടെ ഉമ്മ എന്ന കാര്യത്തിന് കാണുമ്പോൾ മനസ്സിലാവും. മാഷാഅല്ലാഹ് ഇത്രയും ഭംഗിയായി നമുക്ക് ക്ലാസ്. മാഷാഅല്ലാഹ് എന്റെ ലൈഫിൽ തന്നെ ഒരു ഫസ്റ്റത്തെ അനുഭവം എന്ന് പറയാം. നമ്മളെല്ലാം ഈ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം ആ സമയത്ത് കിട്ടിയിട്ടാന്നുള്ളതുകൊണ്ട് ഒരു ഖേദിക്കുന്നു. കാരണം ആ പ്രായത്തിന്റെ ഒരു പക്വത കുറവ് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നമ്മളെ രക്ഷിതാക്കളോട് മോശമായ ദേഷ്യപ്പെടുന്ന പല സംഭവങ്ങളും പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഉസ്താദി ക്ലാസ് എടുക്കുന്ന സമയത്ത് എനക്കാരെയും എന്റെ മനസ്സ് പൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോ ഈ ഒരു സദസ്സിൽ വന്ന രക്ഷിതാക്കളുടെ ഭാഗ്യവാന്മാരാണ്. ഇപ്പൊ നമ്മ പരിപാടി വെച്ചിട്ട് ഇത്രയും നല്ലൊരു സദസ്സിൽ വരാൻ പറ്റാത്ത രക്ഷിതാക്കൾക്ക് അതൊരു നഷ്ടം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കുന്ന ഉസ്താദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇത്രയും ഹൃദയത്തിൽ തട്ടിയ ഒരു ക്ലാസ് തീർച്ചയായിട്ടും ഉസ്താദിന്റെ ഒരു ക്ലാസ്സാണ്. മനസ്സിലെങ്കിയ കുട്ടികളെ ഇത് കണ്ടിട്ടും ഉസ്താദിന്റെ നമ്മളുടെ ബഷീർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പല സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും സ്വാഭാവികമാണ്. മാതാപിതാക്കളുടെ സ്വാതന്ത്ര്യം അത് നമ്മൾ പലപ്പോഴും ദേഷ്യത്തിലൂടെയൊക്കെ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓർത്തപ്പോ ഒരുപാട് കാലങ്ങളായി നമ്മൾ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഉസ്താദിന്റെ ആ സമയത്ത് പല ഉമ്മ മരിച്ചുപോയി. നമ്മളിന്ന് മരണപ്പെട്ട മാതാപിതാക്കളാവും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതൊക്കെ ഓർത്ത് വളരെ നീങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കളെ പലപ്പോഴും നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയാണ്. ഞാൻ എന്റെ മോനോടെന്ന് പറയാണ്, മൊബൈലിൽ കളിക്കുന്ന പല സമയത്തും ശരിക്കും നമ്മളുടെ കൂടെ ഞാനൊരു പ്രവാസിയാണ്. അപ്പൊ ഞാനൊരു കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ വരുമ്പോ അവരിങ്ങനെ മൊബൈലിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ സങ്കടങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അമിതമായിട്ട് അവരോട് ദേഷ്യപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ കുറച്ച് ദിവസം വരുമ്പോൾ നമ്മളിങ്ങനെ കുട്ടികളോട് ഇത്രയും ഗുണരാഴ്ചയോടെ കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ക്ലാസ് സ്വീകരിക്കട്ടെ. നമ്മൾക്കൊക്കെ മരിക്കണം മാതാപിതാക്കളെ സ്നേഹിച്ച് അവരെ പൊരുത്തത്തോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഉസ്താദിനെയും ഒരുപാട് കാലം നമ്മുടെ സമൂഹത്തിന് സമുദായത്തിന് നമ്മൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത് നമ്മൾ നേർവഴിയിൽ നടത്താനുള്ള ഭാഗ്യവും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ജീവിതത്തിൽ പകർത്തണം. അനുഭവം വരേണ്ട ഒരു അവസരം ഇല്ല, അറിയാം. ഇതിനുള്ള വശത്തേക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾക്കിനിയും ഇതുപോലെ മാതാപിതാക്കളെ എന്തെങ്കിലും ഒരു വാക്ക് പോലും നോക്കിക്കാതിരിക്കാൻ നോക്കാം. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ വളരെയധികം ചെയ്യുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ തന്നെ പറഞ്ഞ് അങ്ങോട്ട് ദേഷ്യം പിടിക്കുക. അവർ പറയുന്നത് നല്ല കാര്യങ്ങൾ ആൾക്ക് ചിന്തിക്കൂല. എന്താ പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ നമ്മുടെ നാടുകളിലായാലും മറ്റു നാടുകളിലായാലും മയക്കുമരുന്നിനും അതുപോലെ അഡിക്റ്റ് വിദ്യാർത്ഥികൾ നല്ലവണ്ണം കൂടി വരുന്ന കാലഘട്ടമാണ്. നമ്മളിപ്പോൾ പരമാവധി നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ഇതുപോലെ നമ്മുടെ മാതാപിതാക്കൾ എന്തിനാണോ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മാതാപിതാക്കളെ വിഷമിക്കാതെ അവരെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ ദുനിയാവിലങ്ങ് അനുഭവിച്ചിട്ടേ പോകും.
മാതാപിതാക്കൾ ആര് തന്നെ വേദനിപ്പിച്ചാലും ഇതുപോലെ തന്നെ സ്നേഹിക്കുന്നു. വിദ്യാർത്ഥികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പ്രണയം കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അത് നമ്മളെന്താക്കാം, അതങ്ങോട്ട് അതിൽ വിട്ടു നിൽക്കാം. അതുപോലെ തന്നെ ഉസ്താദിന്റെ ക്ലാസ് ഞാൻ കുറേ സമയം ഇതിൽ തന്നെ ഞാൻ ഇന്ന് ജോലിക്ക് പോകാനാണ് ഞാൻ പോയിട്ടാണ് എന്നെ വന്നാലും ഇവിടെ തന്നെ ഇത് കേൾക്കാൻ എനിക്ക് ഉസ്താദിന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ഒരു വോയിസ് ഇട്ടു എന്റെ ചെറുപ്പത്തിൽ. ഇതേപോലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും വരുന്നതിന്റെ ക്ലാസ് ഇന്നലെ രാത്രി ഇവിടെ കസാലയിൽ നിർത്തിയതിനു ശേഷം വന്നിട്ടുണ്ട്. 4 രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്. അവർക്കത് മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. അതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ ഇതിനിടയ്ക്കൊരു ഇതിന് ബാക്കി ഉപവാദം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്കെല്ലാം മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു പരിപാടി വെച്ചിരുന്നു. അതിന് ഉമ്മായായിരുന്നു വിഷയം. അതൊരു നമുക്ക് അത് ഒരു തൃപ്തിപരമായിട്ടില്ല ആ പരിപാടി. നവാസ്മരയിലാണ് വെച്ചത്. അതിന്റെ പോലും ഈ പരിപാടി ഉസ്താദ് നേതൃത്വം. അതുപോലെ തന്നെ ഉസ്താദിനോട് പറയാനുള്ളത്, നമ്മളൊരു പരിപാടി വെച്ചു കഴിഞ്ഞാൽ ഉസ്താദ് ഒന്നുകൂടി പരിപാടിക്ക് വന്ന് നമ്മൾ ബാക്കിയുള്ളവർക്കും കൂടി ക്ലാസ് എടുക്കുമ്പോൾ ഈ പരിപാടി വിജയിപ്പിച്ചു തരണമെന്ന് ഉസ്താദിനോട് വളരെ വിനയമായി പറയുന്നു. പിന്നെ വൈകിട്ട് സംസാരിക്കില്ല. ഇപ്പോൾ 2 കൊല്ലമായി SKSന്റെ സെക്രട്ടറി. അവിടെ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. ഉസ്താദ് പഠിച്ചാൽ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. നമുക്ക് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മാനെ ഭയങ്കര ഇഷ്ടം. ഇന്നത്തെ ക്ലാസ് പറയുന്ന സമയത്ത് ഭയങ്കര വിഷമമാണ്. ആ പാട്ടിനും നല്ല സങ്കടം വരാൻ കേൾക്കുന്നത്. അന്ന് വാഹന ഗതാഗതമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, നടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അത് ഫാറവേ കുറെ കാലം മുമ്പാണ്. അപ്പോ ഒരു മരുന്ന് നേരത്ത് ഒരു വീട്ടിൽ നിന്ന് അവിടുത്തെ കാരണവരൊന്ന് പറഞ്ഞു, ഒന്ന് കയറിയേച്ചും പോവാ. ഹലോ, ഉസ്താദും ശിഷ്യനും കൂടി ആ വീട്ടിലേക്ക് കയറി. കുട്ടിയോട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കിന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ നിർത്തി പോവാ. ശ്രദ്ധിക്കുന്നുണ്ടോ? ആന്ന് പറയും, ഉറക്കെ പറയും. കുട്ടിയോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാന്ന് പറഞ്ഞു. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ആ വാചകം ഒന്ന് എഴുതി വെക്കും, അല്ലെങ്കിൽ പറയും, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. അങ്ങനെ വഴിയിൽ കുട്ടിയെ നിർത്തി ഉസ്താദ് വീട്ടിലേക്ക് ഇറങ്ങി. ആ പരിചരിക്കാനാണ് ഇഷ്ടം. അവരിന്ന് വർത്താനൊക്കെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ ആ വീട്ടുകാരൻ പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ആ ഭക്ഷണം കഴിക്കാം. കുട്ടി എവിടെ? ശിഷ്യനെവിടെ? ശിഷ്യനെവിടെയാണ് പറയണോ? റോട്ടിലാണ്. ഇവര് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോ ആള് പറഞ്ഞു, ഇന്ന് വൈകിയില്ലേ, ഇന്ന് ഇവിടെ കിടക്കാം, നാളെ രാവിലെ പോകാം. ഓ, ഉസ്താദ് അവിടെ പുൽപ്പായ വെച്ച് അവിടെ കിടന്നു. കുറച്ചോനെ കുട്ടി എവിടെയാണ്? റോട്ടിലാണ്. താഴത്ത് നേരത്തെ ഉസ്താദ് എഴുന്നേറ്റു. ഒതു ചെയ്യാൻ വേണ്ടി തെങ്ങിന്റെ അരികിലേക്ക് പോകുമ്പോ നിലാവെളിച്ചത്തിൽ ഒരു അനക്കം കണ്ടു. റോട്ടിലൊരനക്കം. അപ്പോഴാണ് ഉസ്താദ് കൊണ്ടു, കുറച്ചോനെ എന്റെ ശിഷ്യൻ റോട്ടിലാണല്ലോ. തണുപ്പും വീട്ടും സഹിച്ച ഒരു രാത്രി ഉസ്താദ് വെള്ളം അവിടെ ഇട്ട് ഓടി റോട്ടിലേക്ക് പോയിട്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കാനിട്ട് പറഞ്ഞു, മോനെ പൊരുത്തപ്പെടണേ. ശിഷ്യനോട് പറയുകയാണ്, പൊരുത്തപ്പെടാൻ ഞാൻ ഓർത്ത് മറന്നുപോയി. വയസ്സായ ആളല്ലേ, മറന്നു. ഇന്നത്തെ മാതിരി ലൈറ്റില്ല, മൊബൈൽ ഫോണില്ല. ഞാൻ ഉസ്താദ് നിങ്ങള് കുട്ടിയാണെന്നില്ല. വേണ്ട, നിങ്ങൾ ഉസ്താദ് ഞാൻ നിങ്ങളുടെ ശിഷ്യനാണ് ഇല്ല. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞാൽ പോയിട്ട് പറയും, ഹലോ, നേരം കുറെ ആയിട്ട് ഉസ്താദിനോട് പറയും. കുട്ടി പറഞ്ഞില്ല. ഉസ്താദ് പറഞ്ഞു, മോനെ നിനക്ക് എന്നെ വിളിക്കാതിരിക്കേ. അപ്പൊ കുട്ടി പറയുകയാണ്, കരഞ്ഞിട്ട് പറയുകയാണ്, ഉസ്താദെ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. നിങ്ങൾ എന്നോട് പൊരുത്തപ്പെട്ടു തരണം. കാരണം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ? നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇവിടെ നിൽക്ക് എന്നല്ലേ? അല്ലേ?
അവിടെ നിൽക്കുന്നല്ലേ? ഞാൻ അവിടെ തന്നെ നിന്നു ഉസ്താദേ, ഞാനൊരു ചെറിയ കുട്ടിയല്ലേ. രാത്രി കുറെ ആയപ്പോ നല്ല തണുപ്പ് വന്നപ്പോ നിന്ന് എന്റെ കാല് ധരിച്ചു. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എന്റെ കാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ അനുവാദമില്ലാതെ ചെയ്തതാണ്, സമ്മതമില്ലാതെ ചെയ്തതാണ്. കാല് മാറ്റി വെച്ചു. പൊരുത്തപ്പെടണേ. 5 മിനിറ്റ് മൂല്യം നമ്മൾ കാത്തുക്കോ, അരമണിക്കൂർ മൂല്യക്കോ, 4-5 മണിക്കൂറുകളാണ് രാത്രി ഒറ്റക്കൊരു കൊച്ചുകുഞ്ഞി ഇരുട്ടി. ഇന്നാണ് ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല. ആൾക്കാരുണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, മൊബൈൽ ഉണ്ടാവും. ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. ശിഷ്യന്റെ മറുപടി കേട്ടിട്ട് ആ ശിരസിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, പൊന്നുപോലെ നീ ഒരു സാധാരണ ഉമറല്ല. അങ്ങനെ ഉമർന്നായി. നീ ഒരു സാധാരണ ഉമറല്ല. നിന്നിൽ എന്തൊക്കെയോ വലിയ മഹത്വങ്ങളുണ്ട്. നീ വലിയവനാകും പോലെ. ആ പാതിരാത്രിയിൽ പൊന്നാരി വന്നേരിയുള്ള ആ നാട്ടികൾ വഴി വെച്ച് ഉസ്താദിന്റെ ദുആ കിട്ടിയ മോനാരാ. ഇനി പേര് പറഞ്ഞ മുതിർന്നവർക്ക് മനസ്സിലാകും. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ മുന്നിൽ പോയിട്ട് ഹൃദയരക്തം ചാലിച്ചെഴുതി കഥനകാവ്യം രചിച്ച യാ അക്റമൈ ഖുറമാ എന്ന് പാട്ടുപാടിയ വെളിയ കൂട്ടുകാരനായ ഖാദി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖാദി വെളിയങ്കോട് അവരായിരുന്നു. കണ്ടോ നിങ്ങള്? അവർ മനുഷ്യന്റെ വളർച്ച ചെറുപ്പത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ രക്ഷിതാക്കളെ പ്രൊഫസർ പറഞ്ഞു ഉസ്താദ്മാരെ കാര്യം അങ്ങനെ തന്നെയാണ്. പറയും നമുക്ക് വലിയ പാട്ടോട്ട് എന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കാണാനൊത്തില്ല. എന്റെ റസൂലോടുള്ള മുഹിബ്ബ് ചൊല്ലിത്തീരൂല. എന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാണാനൊത്തില്ല. എന്റെ റസൂലോടുള്ള മുഹിബ്ബ് ചൊല്ലിത്തീരൂല. ഹരമില്ലാത്തിലും ചോദ്യം ചെയ്യാനൊത്തില്ല. ഹരമില്ലാത്തിലും ചോദ്യം ചെയ്യാനൊത്തില്ല. ആദ്യ പാദം പതിഞ്ഞൊരു മുന്നിൽ എത്തിച്ചേർന്നില്ല. എന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാണാനൊത്തില്ല. എന്റെ റസൂലോടുള്ള മുഹിബ്ബ് ചൊല്ലിത്തീരൂല. എന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാണാനൊത്തില്ല. എന്റെ റസൂലോടുള്ള മുഹിബ്ബ് ചൊല്ലിത്തീരൂല. എണ്ണക്കടലായ കപ്പലാണ് ചൂട് നീസായ സ്വീകരിക്കുന്ന അള്ളാഹുവാണ് ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ വന്ദനത്രാജൽ പറയുന്ന മരിച്ച ഖബറിലാണ്. ഖബറിലെ അദാബിൽ ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ കാക്കണേ റബ്ബേ. സ്വർഗ്ഗകവാടങ്ങൾ നീ ആ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഖൈറാണെങ്കിൽ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവരിൽ രോഗികളുണ്ട്. ശിഫ നൽകണേ റബ്ബേ. اللهم اغفر وسرد الناس واشف انت الشافي لا شفاء الا شفاءك شفاء لا يغادر سقما ولا علما. ظاهري وباطني وروحاني وجسماني وشيطاني وجني وسري وعلمي وقلبي شفاء لا يغادر سقما ولا علما. بيدك الافلام حمايتنا قاف يا عين صاد
بسم الله الرحمن الرحيم وبيد نبينا محمد صلى الله عليه وسلم അള്ളാഹു ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റണേ റബ്ബേ, പ്രയാസങ്ങളായിട്ടണേ റബ്ബേ, ഞങ്ങളുടെ സന്താനങ്ങളോ സ്വാധീനങ്ങളാക്കണേ റബ്ബേ, അവരെ പഠനങ്ങളെയും പുരോഗതി റബ്ബേ. ഇതിൽ ചില രക്ഷിതാക്കളുടെ മക്കൾ കല്യാണം കഴിക്കാൻ പ്രായമായവരാണ്, സ്വാധീനങ്ങളായി നൽകണേ റബ്ബേ, അതിനുള്ള സംവിധാനം ഒരുക്കണേ റബ്ബേ. ഇതിൽ ചില രക്ഷിതാക്കളുടെ മക്കൾ കല്യാണം കഴിഞ്ഞു പോയവരാണ്, അവരുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യണേ റബ്ബേ. കടക്കാരുടെ കടം നൽകണേ റബ്ബേ. കുടുംബങ്ങളിൽ വിഷമനുഭവിക്കുന്നവരുടെ സന്തോഷം നൽകണേ റബ്ബേ. കുടുംബത്തിൽ വിഷമമായ ജീവിതം പരാജയപ്പെടുന്ന സന്തോഷമാക്കണേ റബ്ബേ. SSLC പഠിക്കുന്ന മക്കൾക്ക് നല്ല വിജയം നൽകണേ റബ്ബേ. ഈ ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്ന നല്ല മക്കളാക്കണേ റബ്ബേ. മറ്റു പരീക്ഷകളിൽ നീ വിജയിപ്പിക്കണേ റബ്ബേ. ഇന്ത്യൻ സിവിൽ സർവീസിൽ ഈ നാടിൽ നിന്ന് ഒരാളെ നീ എത്തിക്കണേ റബ്ബേ. തീരു മറക്കാത്ത ഒരാളാക്കണേ റബ്ബേ. എല്ലാവരെയും എത്തിക്കണേ റബ്ബേ. ഈ മഹല്ല് ജമാഅത്തിന് നീ ഇസ്സത്ത് നൽകണേ റബ്ബേ. ഐക്യം നൽകണേ റബ്ബേ. മഹല്ല് നിവാസികൾക്കിടയിൽ സ്നേഹം നൽകണേ റബ്ബേ. കമ്മിറ്റി ഭാരവാഹികൾ, അഭിനന്ദനായ താഴെ ഉസ്താദടക്കമുള്ള ഉസ്താദുമാർ, മറ്റു ഉസ്താദുമാർ, മാനേജ്മെന്റ് ഭാരവാഹികൾ, യുവാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹുവേ വണ്ണമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഇസ്സത്ത് നൽകണേ റബ്ബേ. അപമാനിക്കരുതേ റബ്ബേ. ربنا تقبل منا انك انت السميع العليم. പ്രസവ ഞങ്ങളുടെ മാതാപിതാക്കളോട് വല്ല വിഷമം വന്നതായെങ്കിൽ ഈ കണ്ണീരിന്റെ ഹക്ക് കൊണ്ട് റബ്ബേ നീ പൊരുത്തപ്പെട്ടു തന്നെ റബ്ബേ. ആമീൻ റഹ്മത്തുക യാ റഹ്മാൻ. ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആയിരക്കണക്കായ ആളുകൾ ഇത്തരം സദസ്സിൽ ദുആയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായി കൂടെ നിൽക്കുന്നവരാണ്. അല്ലാഹുവേ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ആമീൻ യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും.